നമ്മൾ ലാൽ ജൂനിയർ ആയതുകൊണ്ടും എനിക്ക് രൂപത്തിൽ ഒരുപാട് സാദൃശ്യം ഉള്ളതുകൊണ്ട് തന്നെ പപ്പയുടെ പോലത്തെ നമുക്ക് അത് വരരുത് എന്ന് ഞാൻ ആലോചിക്കും. ഒരു വില്ലനായിട്ടല്ല കാണിക്കേണ്ടത്. പക്ഷെ എല്ലാ മനുഷ്യരിലും ഉള്ള പോലെ അയാളുടെ ഒരു വില്ലനിസം ഉണ്ട്, ഇയാൾക്ക് ഇത് കുറച്ച് അധികം ഉണ്ട്. ഇപ്പോഴാണ് നെപ്പോ കിഡ്സിനൊക്കെ ഒരു വാല്യൂം മുഖപരിചയവും ഒക്കെ ഉള്ളത്. നമ്മളൊരു കൊച്ചിനെ പേടിപ്പിക്കാൻ നോക്കുമ്പോ അവൻ പേടിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ ചെയ്യാ? ഞാൻ ചിതുവിന്റെ അടുത്ത് ശ്രീരാഗിനോടൊക്കെ ചോദിച്ചു, അതായത് ഞാൻ ഒരു ഇടി കൊടുക്കട്ടെ, അതായത് ആ അവിടെ ചേർത്ത് നിർത്തിയിട്ട് ആരും കാണുന്നില്ലല്ലോ, മുട്ടാൽ വെച്ചൊരു ഒറ്റ ഗേറ്റ് കൊടുത്തിട്ട് ഞാൻ പേടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ചിദംബരം എന്ത് ചെയ്താലും അത് 100 കോടി ഉണ്ടാക്കുന്നല്ല, അത് നല്ലൊരു പരിപാടിയായിരിക്കും എന്ന് എനിക്കറിയാം. 100 എഴുതാനുള്ള കൊതി കൊണ്ടാണല്ലോ ഇവര് 100 കോടി ക്ലബും കൊണ്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ കിട്ടിയ കാശൊക്കെ പുറത്തറിയിക്കുന്നതിന്റെ അകത്ത് എനിക്ക് എന്ത് ഗുണമുള്ളൂ. ഫെർണാണ്ടോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരുപാട് പേരോട് ഇപ്പൊ നിവിൻ പോളിനെ സമീപിച്ചിട്ടുണ്ട്. മണിച്ചിത്രത്താഴ് കാണാൻ പോയിട്ട് എനിക്ക് ആ മ്യൂസിക് ഇങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഫാൻസാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്താ വേണ്ടത്. ദേഷ്യവും സങ്കടമായിരിക്കും ദേഷ്യമായിട്ട് വരുന്നത്, അങ്ങനെ വരുന്നത്. പക്ഷെ ഞാൻ ഹായം ടോണി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ് ഇത്. സച്ചേട്ടൻ ഇന്ന് ഇല്ല, സച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെയോ എത്തിയേനെ. നമ്മൾ മമ്മൂക്കടുത്ത് പോയി കഥ പറയുന്നു, മമ്മൂക്കൊക്കെ ആ സമയം കഥ കേട്ടിട്ട് മമ്മൂക്കൊക്കെ അത് വർക്കായില്ല എന്നുള്ളതാണ്. പിന്നെ ഗോഡ് ഫാദർ സിനിമ ഞാൻ കണ്ടിട്ട് വണ്ടടിച്ചുമായിട്ടുള്ള ഒരു പടമാണ്. ഫാൻ ബോയ് ആണ് മമ്മൂട്ടിയെങ്കിലും ചെയ്താൽ സൂപ്പറാവും. ഞാനൊരു ഒരു ആക്ഷൻ ഓറിയന്റഡ്, ഒരു അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ലൈക്ക് ലാലേട്ടൻ പറയുന്ന പോലെ ഒരു പ്രതീക്ഷയില്ല മനെ. വെൽക്കം ജീൻ. താങ്ക് യു. ആദ്യമേ ചോദിക്കാനുള്ളത് ഒരു സീനിനെ കുറിച്ചാണ്. ബാലനിലെ പവിത്രനെ നമ്മൾ ആദ്യം കാണുന്ന സീൻ ഭയങ്കര രസമായി തോന്നിയത്. ഇയാളുടെ ക്യാരക്ടറിൽ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് ഓൾറെഡി ഒരു കംപ്ലൈന്റ് വരുന്നു. ഗിരീഷ് ഷെഡി അവതരിപ്പിക്കുന്ന കഥാപാത്രം അവിടെ ഇരിപ്പുണ്ട്. ഇയാൾ വെളുപ്പിക്കുന്നു. വളരെ കാഷ്വൽ, കൂൾ, ചിൽ. അകത്ത് കയറി വരുന്നു, മാമ എന്ന് വിളിച്ചിട്ട് ഏറ്റവും കംഫർട്ടബിൾ വേയില്. ഇത് എന്തായാലും ഇയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല ഈ പ്രായമേറിയ മനുഷ്യൻ എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ഇയാൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസ് ഉണ്ട്. ഉറപ്പായിട്ട് നമ്മൾ പവിത്രനെ കുറിച്ച് കേൾക്കുന്ന ഒറ്റ വരിയുള്ള ബ്രീഫ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പെർഫോമൻസിൽ അവിടെ കൊടുക്കുന്നു. രസമുള്ള സീനായിട്ട് തോന്നി. ചെറിയ സ്പേസ് ആണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോലീസ് കഥാപാത്രം വരുന്ന സമയത്ത് സിനിമ കാണുന്ന കാലം മുതലേ മലയാള സിനിമയിൽ പല രൂപത്തിൽ, ഭാവത്തിൽ, കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള പല പോലീസുകാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ പവിത്രൻ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ മീറ്റർ. ഇവിടെ ഞാൻ ഒന്നെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും കാലം കണ്ട മെമ്മറി നമ്മളെ സ്ട്രൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു പെർഫോമൻസ് കൊടുക്കണം, അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പരിപാടി. എങ്ങനെയാണ് പവിത്രനെ ക്രാക്ക് ചെയ്യുന്നത്? പെർട്ടിക്കുലർലി ഈ സീനിന്റെ ഒരു മെമ്മറി എന്തായിരിക്കും? അത് ഫസ്റ്റ് ക്രെഡിറ്റ് ഒബ്വിയസ്ലി ചിദംബരത്തിനും ചിത്തുവിനുമാണ്. കാരണം അവര് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കാരണം ആ ക്യാരക്ടറിന് ഈ കഥയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് വളരെ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പം ആ ഒരു ഒറ്റ സീൻ കൊണ്ട് ഇയാളുടെ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു നേച്ചറും, എന്നാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്, എന്നാൽ അയാൾക്ക് എന്താ പറയാ ഒരുപാട് പ്രതീക്ഷകളുള്ള ചെറുപ്പക്കാരനാണ്. അയാൾക്ക് അങ്ങനെ ഒരു വില്ലനായിട്ടല്ല കാണിക്കേണ്ടത്. പക്ഷെ എല്ലാ മനുഷ്യരിലും ഉള്ള പോലെ അയാളുടെ ഒരു വില്ലനിസം ഉണ്ട്, ഇയാൾക്ക് ഇത് കുറച്ച് അധികം ഉണ്ട്. ഇയാള് ഈ ചെറിയൊരു എനിക്ക് തന്ന എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ഇടിയുടെ റിവെഞ്ചാണ് ഇയാള് വണ്ടി ഇടിക്കാന്ന്. അപ്പം ഞാൻ അത് മനസ്സിലാക്കുന്നത് ഇയാള് വണ്ടി ഇടിച്ച് കൊല്ലാനായിരിക്കത്തില്ല, വണ്ടി പാളിച്ചിട്ടുണ്ടാവും, ഇയാളെ വീഴ്ത്തിയിട്ടും ഉണ്ടാവും. അത് പക്ഷെ ചിലപ്പോ ചത്തുപോകും. പക്ഷെ എന്നാലും അതാ സാരില്ല, നമുക്ക് ആ റിസ്ക് എടുക്കാമെന്ന് പറയുന്നതാണ് അയാളുടെ വില്ലനിസം. അതൊരാളെ കൊല്ലാൻ തീരുമാനിച്ച് ഇങ്ങനെ ഒരു കാശ് കൊടുത്ത ഒരാളെ വണ്ടി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് വേറൊരു വില്ലനായി. ആ വില്ലന്മാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇയാളുടെ വില്ലനിസം പ്രകടമാണ് കുറച്ചുകൂടെ. ഇയാളുടെ വില്ലനിസം അത് ഇപ്പൊ പറയുന്ന പോലെ മറ്റേ എന്താ പറയാ, നമ്മള് പലപ്പോഴും നമ്മളിപ്പോ ഈ റീലിലൊക്കെ കാണുന്നില്ലേ, കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇപ്പൊ നടന്നു പോകുമ്പോ ഒരു കൂട്ടുകാരനെ പിടിച്ച് കാണയിലേക്ക് തള്ളിയിടുക, അല്ലെങ്കിൽ എടുത്ത് പൊക്കി. ഇപ്പം എന്താ പറയാ, കേക്കൊക്കെ മുഖത്തടിക്കുമ്പോഴാണെങ്കിൽ തന്നെ വല്ലാതെ അടിക്കുക. അപ്പൊ അവന്റെ ഉള്ളിലുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ, അതായത് ഇത് ചിലപ്പോ അവന്റെ മൂക്ക് മുറിയും, എന്നാലും കുഴപ്പമില്ല, ഒരു രസം. അതും ചിലരെ അടിക്കാൻ പറ്റൂ, എല്ലാവരും അടിക്കാൻ പറ്റും, തിരിച്ച് കിട്ടുന്ന ഉറപ്പുള്ളടത്ത് ഇത് ചെയ്യത്തില്ല. അപ്പം ഇതായിരുന്നു എനിക്ക് കിട്ടുന്ന ബ്രീഫ്. അപ്പം ഇങ്ങനെ ഒരു ബ്രീഫ് കിട്ടുമ്പം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ക്യാരക്ടറിന് ക്രാക്ക് ചെയ്തെടുക്കുന്നത് ശരിക്കും എങ്ങനെയാ? കാരണം ഞാൻ പെർഫോമൻസിൽ ഈ ഒരു സാധനം പിടിക്കാം, അത് കാരണം ജീൻ ഒരിക്കലും അവിടെ വരാൻ പാടില്ല. അതെ.
അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഒരുപാട് സമയം കിട്ടി. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് എനിക്ക് ഒരു കോൺസ്റ്റബിൾ ആണ്. അപ്പൊ ഇദ്ദേഹം പോലീസിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. അപ്പൊ വയറ് വെക്കാറായിട്ടില്ല. അല്ല, ഇയാള് കയറിയിട്ടേ ഉള്ളൂ. ഇയാൾ SI ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാള് അംബിഷ്യസ് ആണ്. ഇയാള് വോളിബോൾ പ്ലെയർ ആണ്. അപ്പം ഇയാള് അത്ലറ്റിക് ആണ്. അപ്പം ഇതെല്ലാം നമുക്ക് എവിടെന്നെങ്കിലും ഒക്കെ പിക്ക് ചെയ്യാവുന്ന ട്രേസസ് ആണ്. പിന്നെ ഞാൻ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി എനിക്ക് എപ്പോഴും എല്ലാവരും പറയുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ ലാൽ ജൂനിയർ ആയതുകൊണ്ടും എനിക്ക് രൂപത്തിൽ ഒരുപാട് സാദൃശ്യം ഉള്ളതുകൊണ്ട് തന്നെ പപ്പയുടെ പോലത്തെ നമുക്ക് അത് വരരുത് എന്ന് ഞാൻ ആലോചിക്കും. അപ്പം ഞാൻ ഇതുവരെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ചില ടഫ് സീൻസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ആലോചിക്കുന്ന നോക്കെ പപ്പ ഇത് എങ്ങനെയായിരിക്കും ചെയ്യുക, അത് ഞാൻ ആലോചിക്കും. ഒന്ന്, പപ്പ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. 2, പപ്പ ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, അതെനിക്കെല്ലാം ഓർമ്മ വരും. സോ ഐ യൂസ് ടു ഡു ദാറ്റ്. അപ്പം ചില പടങ്ങൾ ചെയ്തത് ഞാൻ കാണുമ്പം ഐ ഫീൽ ലൈക്ക് ഓക്കെ, അത് ഒരുപാട് ഓവർടേക്ക് ചെയ്യോ, അത് ഓവർടേക്ക് ചെയ്താൽ പ്രത്യേകിച്ച് എൻ്റെ പേരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ സിനിമേനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പടത്തിൽ വേണ്ടത് പപ്പേനെ അല്ല, ഒരു പുതുമുഖ നടനാണ്. അപ്പം ഞാനത് ഞാൻ എങ്ങനെ കൺസീവ് ചെയ്യുന്നു ആലോചിച്ചിട്ട് എനിക്കത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വേറെ മറ്റു നടന്മാർ, ഇപ്പം എൻ്റെ പലപ്പോഴും ഞാൻ ഈ സീൻ മലയാളത്തിൽ ഏത് നടനം ചെയ്താലാണ് ഗംഭീരമായിട്ട് വരിക എന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഉത്തരം വരും. ഇപ്പം ജഗതി ശ്രീകുമാർ എന്ന് വരും, തിലകൻ ചേട്ടൻ എന്ന് വരും, വിജയരാഘവൻ എന്ന് വരും, പലപ്പോഴും ഇന്ദ്രൻ ചേട്ടൻ എന്ന് വരും. പക്ഷെ ഈ പടത്തിൽ അതിന്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ എന്നാലും ചില സീനുകൾ ആലോചിക്കുമ്പോൾ വരും. അപ്പോൾ അവരെ ഞാൻ ഡയറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്ന നോട്ട്സ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അവരത് എനിക്ക് എങ്ങനെ ചെയ്തു തരും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് അത് കോപ്പി ചെയ്യാതെ അത് മനസ്സിൽ നമ്മൾ ആലോചിച്ചാൽ മതി. പിന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സാധനം വരും. സോ പിന്നെ നമ്മൾ ഒരുപാട് സിനിമ കാണുന്നതും അതിങ്ങനെ ഒബ്സസീവ് ആയിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ മെമ്മറി അവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ ഡാറ്റാബേസ് ഉണ്ടല്ലോ. പിന്നെ നമുക്ക് മിമിക്രിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്ന് വെച്ചാൽ പപ്പയുടെ ഒരു മിമിക്രി ഉണ്ട്, ഞാൻ സ്കൂളിലൊക്കെ ചെയ്യും. അപ്പം ഇമിറ്റേഷൻ അല്ല, പക്ഷെ ഇറ്റ്സ് മോർ ലൈക്ക് നമുക്കത് ഒരു ഇൻസ്പിറേഷൻ ആണ്. എല്ലാം നമുക്ക് സെൽഫ് ആവാൻ പറ്റത്തില്ല. അതെ, എത്ര കൂടുതൽ സെൽഫ് ആവാൻ നോക്കുന്തോറും പല ക്യാരക്ടേഴ്സ് നമ്മളെ തന്നെ റിഫ്ലക്ട് ചെയ്യും. അത് ഈ പടത്തിന് ഒട്ടും വേണ്ട അവിടെ അതാ പവിത്രൻ കംപ്ലീറ്റ്ലി ഫ്രഷ് ആണല്ലോ. ഈ ഇത്രയും പറയുമ്പോഴേ ഫിലിം മേക്കർ മൈൻഡ് വർക്ക് ചെയ്യുന്നിടത്ത് അതിന് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ സ്ക്രീനില്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഫ്രം അണ്ടർവേൾഡ് തൊട്ട് ജീൻ എന്ന ആക്ടറെ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ ആളുകൾ. ബാലനിലെത്തി നിൽക്കുന്ന സമയത്തേക്ക് ഒരു സ്വയം വിലയിരുത്തൽ എങ്ങനെയാ? ഈ പറഞ്ഞ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയോ, ഇരുത്തം വന്നോ, എന്താ ഒരു എനിക്കറിയില്ല. ഞാൻ ഓരോ പടം ചെയ്യുമ്പോഴും ഐ ട്രൈ ടു ലേൺ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന എല്ലാ ഡയറക്ടേഴ്സും അടിപൊളി ഡയറക്ടേഴ്സ് ആണ്. ഇപ്പൊ അരുൺകുമാർ അരവിന്ദ്, പ്രിയദർശൻ, ജയരാജ് സാർ, ചിതു, ഗംഭീര ഡയറക്ടേഴ്സ് ആണ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ മിസ്ഡ് എനിബഡി. പക്ഷെ എല്ലാവരും പേരുള്ളവരാ. അപ്പം അവരുടെ ഒക്കെ പ്രോസസ്സ് ചെയ്യാൻ ഇത് ചെയ്യാറുണ്ട്. അപ്പം എല്ലാ അഭിനയപ്പടവും എനിക്ക് കുറച്ച് കംഫർട്ട് കൂടുതൽ തരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്കറിയില്ല, ഞാൻ എന്നെ നടനെന്ന് വിളിക്കാൻ മാത്രം ഞാൻ ക്വാളിഫൈഡ് ആണോ, ഞാനൊരു പ്രൊഫഷണൽ നടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് എല്ലാ വേഷങ്ങളും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. നല്ല പരിപാടികൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ പ്രൊഫഷണലി ഞാൻ കൺസിഡർ ചെയ്യുന്നത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. ആക്ടിങ് നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. കുറച്ചും കൂടെ സ്ട്രെസ് റിലീഫ് ആണ്. സ്ട്രെസ് ഇല്ല, പ്ലസ് എന്താ പറയുക, നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുമോ. നമുക്കിപ്പം രാവിലെ സെറ്റിൽ വന്ന് മേക്കപ്പ് ഇടുമ്പം, ഇപ്പം പ്രത്യേകിച്ച് പോലീസ് ഓഫീസറൊക്കെ നമുക്കൊരു കോസ്റ്റ്യൂം ഇടുമ്പം നമുക്കൊരു സാധനം കയറും. നല്ല രസമാണ്. അത് നമുക്ക് കോസ്റ്റ്യൂം അഴിക്കുമ്പം ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് രാത്രി നമുക്ക് കിടന്നുറങ്ങുമ്പോൾ ടെൻഷൻ ഇല്ല. ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ടെൻഷനാ. ഇത് എല്ലാരെ പറ്റി ആലോചിക്കണം. നമുക്ക് കോസ്റ്റ്യൂം ഇട്ടു നോക്കാനും പറ്റത്തില്ല. അപ്പൊ അതൊരു സ്ട്രെസ്സാണ്, ഡീലിംഗ് വിത്ത് സ്റ്റഫ്. പിന്നെ നമ്മളൊരു ഷൂട്ട് കഴിയുമ്പോഴും അന്നത്തെ ദിവസത്തെ പ്രശ്നങ്ങളുണ്ടാവും. ഷൂട്ട് നാളെ തുടങ്ങുന്നതിന് മുമ്പ് അതിനും നമ്മൾ പ്ലാൻ ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതൊരു കോൺസ്റ്റന്റ് ഫൈറ്റാണ്. ആക്ടിങ് നമ്മളതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അഭിനയിക്കുമ്പം ഒരു ഫസ്റ്റ് 2 ദിവസത്തെ സ്ട്രെസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നല്ലൊരു പരിപാടിയാണ്. നല്ല നമുക്ക് പഠിക്കാനും നല്ലതാണ്. ഞാനിപ്പോ ചിതുവിന്റെ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഈ റൈറ്റർ ഡയറക്ടർ എന്നുള്ളതാണല്ലോ ശരിക്കും ഒരു ഡെസിഗ്നേഷൻ ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറയാനും ജീൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എനിക്കിതില് രസമുള്ള ഒരു കാര്യമായി തോന്നിയിട്ടുള്ളത്, ഹണിബി റിലീസ് ആവുന്നവരെ ലാലിന്റെ മകനാണ്, ലാൽ ജൂനിയർ, ലാലിന്റെ മകന്റെ സംവിധാനം സിനിമ വരുന്നു. പക്ഷെ ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം ആൾക്കാർ ഏറ്റെടുക്കുകയാണല്ലോ. അവിടെ ഡയറക്ടറിൽ ഒരു ട്രസ്റ്റ് വരുന്നു. സിനിമ ഈ പ്രോപ്പർ എന്റർടൈൻമെന്റ് രീതിയിൽ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോകുന്നു. ആഫ്റ്റർ ഫസ്റ്റ് ഷോ, ഡേ 1 ഹണിബി ഇപ്പൊ റീകളക്ട് ചെയ്യുന്നത് എങ്ങനെയാ?
ഭയങ്കര ഒരു മെമ്മറി. അതെന്റെ മനസ്സിൽ എച്ച്ഡ് ആണ്. കാരണം ഫസ്റ്റ് പടം ടെൻഷൻ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ടെൻഷന്റെ ആളാ. അപ്പോൾ പ്രത്യേകിച്ച് പടത്തിന് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ചില്ലാണ്. നമ്മൾ ചെയ്തൊരു വർക്കിനെ പറ്റി വരുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അപ്പം ഈ സാധനം നമുക്ക് കവിതാ തിയേറ്ററിലാണ് റിലീസായത്. അപ്പം കവിതാ തിയേറ്ററിന്റെ തൊട്ടടുത്താണ് അബാദ് പ്ലാസുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് വ്യൂ ഉള്ള ഒരു റൂം എടുത്തിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ രാവിലെ തന്നെ അവിടെ പോയി ഇരിക്കുവാണ്. ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. പോയിരിക്കുമ്പോൾ ആദ്യത്തെ ഷോ ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. രണ്ടാമത്തെ ഷോ ആകുമ്പോഴത്തേക്കും മാളല്ല വരുന്നത്, മഴയാ വരുന്നത്. മഴ ടൈം ആയിരുന്നു. ഗംഭീരം മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിപ്പിക്കുന്ന തരം മഴയായിരുന്നു. പക്ഷെ നമ്മളത് താഴത്തോട്ട് നോക്കുമ്പം ഒരു ഇഞ്ച് കാണാൻ പറ്റാത്ത പോലെ കൊടയായിരുന്നു. ആ കവിതയിൽ ഒരു ചെറിയ വഴിയാണല്ലോ, ആ കൊടകളാണ് അങ്ങോട്ട് കാണുന്നത്. ആൾക്കാർ മഴയത്ത് നിന്നിട്ടാണ് ആ പടം വിജയിച്ചത്. ടിക്കറ്റ് എടുത്ത് തന്നെ കാണണം. നമുക്ക് അഭിപ്രായങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. അത് ആൾക്കാര് ആ ഒരു ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോ കഴിഞ്ഞിട്ട് അതങ്ങ് ഫ്ലറിഷ്. സെക്കൻഡ് ഷോ ഒക്കെ ആയപ്പോഴത്തേക്കും അതങ്ങ് കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഇതുവരെ ഞാൻ ഒരു പടം കണ്ടിട്ടില്ല. ഇല്ല. അപ്പം അതൊരു ഭയങ്കര മെമ്മറി ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് ഉണ്ടായ ഈ പറയുന്ന സാധനമാണ്, എനിക്ക് ആൾക്കാർ എനിക്കൊരു ആക്സെപ്റ്റൻസ് തന്ന്, എനിക്ക് എൻ്റെ ഭയങ്കര വിശ്വാസം ഉണ്ടായി. അവർ എൻ്റെ അടുത്ത പടം വളരെ കാര്യമായിട്ട് വെയിറ്റ് ചെയ്ത്. രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, എനിക്ക് രണ്ടാമത്തെ പടം ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടായി. രണ്ട്, ഒരു ചെറിയ അഹങ്കാരം കയറിയോന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എൻ്റെ ജനങ്ങളാണ്, എൻ്റെ ആൾക്കാരാണ് എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് വരും. എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ നിന്ന് ഞാൻ എന്ത് തരാൻ, എനിക്ക് കിട്ടേണ്ട ഒരു എൻട്രി കിട്ടി. എനിക്ക് ഇനി എൻ്റെ ക്രിയേറ്റീവ് സ്പേസിൽ നിന്ന് എനിക്ക് എന്തോ എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന് കാണാൻ ആൾക്കാർ വെയിറ്റിംഗ് ആണെന്നാണ് ഞാൻ ധരിക്കുന്നത്. ആൾക്കാർ നല്ലൊരു സിനിമ കാണാൻ വേണ്ടി അതായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്, അല്ലാതെ എൻ്റെ ക്രിയേറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ടല്ല. അത് നന്നാവാൻ ചീത്താവാം, അത് വേറൊരു കാര്യം. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത്തെ പടത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഒരു അടുത്ത പരിപാടി സേഫ് ആക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഹണിബി 2 ചെയ്തത്. പക്ഷെ അതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വി ഹാവ് ടു സിറ്റ് ബാക്ക് ആൻഡ് തിങ്ക് അബൌട്ട് വാട്ട് യു പ്ലാൻ. അങ്ങനെ ഇതില് ഹണിബി പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും സിനിമകൾ മലയാളിയുടെ ഒരു പോപ്പ് കൾച്ചറിൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ പറ്റി എപ്പോഴും സംസാരിക്കുമല്ലോ. അത്തരത്തിൽ കൊച്ചി ഭാഷ ഓൾറെഡി ഫേവറേറ്റ് ആണ്. എന്നാൽ ഈ പറഞ്ഞ ടെർമിനോളജിയിൽ മച്ചാനെ, സീന്, ഇത് ചുമ്മാ ഒരു സിനിമയിൽ പറഞ്ഞു പോവല്ല, ഇത് കണക്ട് ആവുന്ന ആളുകൾക്ക്. ആ സമയത്തൊക്കെ ഉറപ്പായിട്ടും എവിടെ പോയാലും ഇത് തന്നെയാണ് കേൾക്കുന്നത്. സീനാണ്, മച്ചാൻ എന്നൊക്കെ പറഞ്ഞ് ഈ ടെർമിനോളജിയിൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഈ ഹണിബി കൊണ്ട് ഇവിടെ കിട്ടിയത്. അതായത് സൊസൈറ്റിയുടെ ഒരു പോപ്പുലർ കൾച്ചറിൽ ഇത്തരം ടേംസ് ഭയങ്കര കോമൺ ആവുന്നു. ആളുകൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ ക്രൈസിസ് സിറ്റുവേഷൻ പോലും ലൈറ്റർ ആക്കാനായിട്ട് ചിലപ്പോൾ ഈ ടേംസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതൊരു റൈറ്റർ, ഡയറക്ടർ, അതൊരു പേഴ്സണൽ പ്രൗഡ് മൊമെന്റ് ആണോ? അതങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അതിനു വേണ്ടിയിട്ടല്ല ചെയ്തത്, പക്ഷെ ഒരു പടം ഹിറ്റ് ആവുന്നതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇപ്പം അത് ഒരുപാട് സന്തോഷമാണ്. നമ്മളിപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഒരു അടുത്ത പടത്തിൽ അതേപോലത്തെ ഒരു സാധനം ആഡ് ചെയ്യല്ല, അങ്ങനെ വന്നാൽ നമ്മളെ പടം വിജയിച്ചു എന്ന് വിചാരിക്കും. ഇപ്പം സുഭാഷേ എന്ന് വിളിക്കുന്നത്, അത് ആൾക്കാരുടെ സ്നേഹമാണ് കാണുന്നത്, അത് അവര് റിലേറ്റബിലിറ്റി ആണ് കാണുന്നത്. അത് ഇഷ്ടപ്പെട്ടു. പിന്നെ കൊച്ചിക്കാരെ എല്ലായിടത്തും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അനൗൺസ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് റിസ്ക്കും ആണ്. പക്ഷെ അത് ഹിറ്റ് ആവുമ്പം അത് ഭയങ്കര അടിപൊളി സാധനമാണ്. ഞാൻ ആക്ച്വലി എൻ്റെ അടുത്ത് തമിഴ്നാട്ടിലൊക്കെ വന്നിട്ട് പലരും അവിടെയും ഒരുപാട് മച്ചാനെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര സർപ്രൈസിംഗ് ആണ്, സന്തോഷം, അടിപൊളി. അല്ല, ഈ ഹണിബി പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്, ആദ്യ സിനിമ എന്നുള്ളത് എപ്പോഴും ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. അതൊരു ഈ പറഞ്ഞ മൗണ്ട് ചെയ്തെടുക്കാനുള്ള ശ്രമങ്ങളെ പറ്റിയൊക്കെ പല സംവിധായകരെ പല കഥകൾ, അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജീനിനെ ശരിക്കും ആദ്യ സിനിമ ഈ പറഞ്ഞ മൗണ്ട് ചെയ്തെടുക്കുക എന്നുള്ളത്, ഇപ്പൊ ഒരു കഥ, ഈ പറഞ്ഞ കംപ്ലീറ്റ് എഴുത്ത്, സംവിധാനം ചെയ്യണം, അതിന്റെ പ്രൊഡക്ഷൻ, പിച്ചിങ്, ജീന്റെ ഈ ഒരു പ്രോസസ് ഭയങ്കര ടൈം എടുക്കുന്നതായിരുന്നു, ടൈം കൺസ്യൂമിങ് ആയിരുന്നോ, അതോ വളരെ എളുപ്പത്തിൽ നടന്നാണ്? എന്തായിരുന്നു ജീന്റെ ഒരു സിനിമ എൻട്രി എന്നുള്ളത്? ഹണിബി ഞാൻ അമേരിക്കയിലാണ് പഠിച്ചത്, ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിലാണ് ഞാൻ സിനിമ പഠിച്ചത്. അപ്പൊ അത് കഴിഞ്ഞ് വന്ന ഉടനെ നമ്മൾ പപ്പ സോൾട്ട് ആൻഡ് പെപ്പർ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമൊക്കെയാണ്. അപ്പം ആ സമയത്ത് ആഷിക്കേട്ടനൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പം ഞങ്ങളൊരു ട്രാവലൊക്കെ ചെയ്തിരുന്നു ഒരുമിച്ച്. അപ്പോൾ ആ സമയത്ത് ആണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ത്രെഡിനെ പറ്റി പറയുന്നത്. അപ്പം നിനക്കത് വേണമെങ്കിൽ നീ എടുത്തോടാന്ന് വെച്ചാൽ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഹാങ് ഓവർ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു എവിടെയൊക്കെ ഒരു ഫ്ലേവർ ഉള്ള അതിന്റെ ഹ്യൂമർ പോസിബിലിറ്റീസ് ഉള്ള ഒരു ത്രെഡായിരുന്നു അത്. ഒരു പയ്യൻ ഒരു കല്യാണ തലേന്ന് പോയിട്ട് ഒരു സുഹൃത്തിനോട് പോയിട്ട് കള്ളു കുടിച്ചിട്ട് സ്നേഹം പറയുന്നു, ആ സ്നേഹം വർക്കൗട്ട് ആവുന്നു, തിരിച്ചു വരുമ്പോൾ ഓർമ്മയില്ല എന്ന് പറയുന്ന ഒരു നല്ല രസമുള്ള ഒരു പരിപാടിയായിരുന്നു.
പിന്നെ അപ്പൊ ഞാൻ എടുക്കുന്നോന്ന് ചോദിച്ചു, ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അത് എഴുതുമായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും അങ്ങനെ വലിയ പ്രഷറോ ടെൻഷനോ ഒന്നും ഇല്ല. ഞാൻ എഴുതി പോയതാണ്. എഴുതി കടകടകടകടന്ന് എഴുതി പെട്ടെന്ന് തീർന്നു. ഫസ്റ്റ് ഹാഫ് ആയതിനു ശേഷം അപ്പൊ ആൻഡോ ചേട്ടൻ എന്നെ ഇങ്ങനെ ഒരു കഥ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ആൻഡോ ജോസഫ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ പടത്തിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ചെയ്തു. അപ്പൊ ആൻഡോ ചേട്ടൻ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അഡ്വാൻസ് കിട്ടി, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫ്ലാറ്റ് എടുത്ത് എൻ്റെ പിള്ളേരൊക്കെ എടുത്ത് എഴുതാനൊക്കെ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ആൻഡോ ചേട്ടാ ഇങ്ങനെ ഒരു നമ്മൾ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്, ചേട്ടൻ ഒന്ന് കേൾക്കണം. അപ്പോ ആൻഡോ ചേട്ടൻ പറഞ്ഞ് പിന്നെ എന്താ കേൾക്കാന്ന് പറഞ്ഞു. ഫ്ലാറ്റിലേക്ക് വിളിപ്പിച്ചു. ഞാൻ കഥ ഫസ്റ്റ് ഹാഫ് വരെ നറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻഡോ ചേട്ടൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് മൗനമായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട്, ചേട്ടാ ഇത് ഇത് ഞാൻ എന്തിനാ ചെയ്യുന്നേ, ഇത് ആസിഫിനോട് പറയണ്ട, അത് ആസിഫ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മലർവാടിയിലെ പിള്ളേരൊക്കെ ഉണ്ട്, അപ്പൊ അവരോടൊക്കെ നമുക്ക് സംസാരിക്കാം. എന്നിട്ട് പക്ഷെ തന്നാലും ഞാനിത് ഇപ്പം കാരണം ആൻമേഗ മീഡിയ ആ സമയത്ത് വലിയ സിനിമകൾ ചെയ്യുന്ന, അപ്പം ചിലപ്പം ഈ നെപ്പോ പടമൊക്കെ ആയതുകൊണ്ട് ഒരു വലിയ പടമായിരിക്കും ആൻഡോ ചേട്ടൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് തകർന്നു പോയി. കാരണം ആൻഡോ ചേട്ടൻ വളരെ അടുത്ത ആളായിരുന്നുകൊണ്ടും ഞാൻ പെട്ടെന്ന് വല്ലാണ്ടായിപ്പോയി. അപ്പൊ പക്ഷെ ഞാൻ ആ സമയത്ത് എന്നെ ഇങ്ങനെ ജെയ്സൺ ചേട്ടൻ എന്നൊക്കെ പറയുന്ന അതിന്റെ നമ്മുടെ പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പുള്ളിയും ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ പുള്ളി നമ്മളെല്ലാരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് SJM എന്ന് പറയുന്ന പ്രൊഡക്ഷനിൽ പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങിയിട്ട് അവർക്ക് ഇത് താല്പര്യമുണ്ട്, അവർക്ക് കഥയൊന്നും കേൾക്കണമെന്നില്ല, അവർക്ക് ഏതാണ്ട് പരിപാടി അങ്ങനെയാണ് അങ്ങനെ ഒരു സാധനം വഴിയാണ് വന്നത്. അപ്പം ബിക്കോസ് എനിക്ക് സിനിമയിൽ ഇങ്ങനെ ധാരാളം സുഹൃത്തുക്കളുള്ളതും കൊണ്ട് നമുക്ക് ഇവരെ തപ്പി കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ ദ പ്രോസസ് ഓഫ് എവിടെ പോയാലും നമുക്ക് എല്ലാവർക്കും സെയിം ആണ്. ഇപ്പൊ പ്രൊഡ്യൂസറിന് കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഒരു നടന് അത് ക്ലിക്ക് ആയില്ലെങ്കിൽ അത് ഇഷ്ടമായില്ല എന്ന് തന്നെ പറയും. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അന്ന് ഇത്രയും കുറച്ചും കൂടി അങ്ങനെ എന്താ പറയാ, ഇപ്പോഴാണ് നെപ്പോ കിഡ്സിനൊക്കെ ഒരു വാല്യൂം മുഖപരിചയവും ഒക്കെ ഉള്ളത്. ഇപ്പൊ അവർക്ക് എല്ലാരും അറിയാം, കല്യാണിനെ എല്ലാരും അറിയാം. ഇപ്പൊ എന്നെ ആ സമയത്ത് ഞാൻ ലാലിന്റെ മകനാണെന്ന് പറഞ്ഞാൽ പോലും എന്നെ അങ്ങനെ ആർക്കും അറിയത്തൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഈസി ഓഫ് ഗെറ്റിംഗ് പ്ലേസസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കോണ്ടാക്ട്സ് ഉള്ളതുകൊണ്ടേ ഇപ്പം ഒരു ഇൻവിറ്റേഷൻ അടിക്കാനാണെങ്കിൽ പോലും ഞാനൊരു കുപ്പിയില് ഒക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെയാ ചെയ്തത്. അപ്പൊ ഇതൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കുന്ന ഒരു ആർട്ട് ഡയറക്ടറിനാണ്. അതെനിക്ക് പരിചയമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം, അപ്പൊ എവിടെ പോകും, അപ്പം പറയണം ഇങ്ങനെ ആടിപ്പോ കുപ്പി എടുക്കുക, അങ്ങനെ പോയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു കാര്യങ്ങൾ എത്തിപ്പെടാനായിട്ട്. അതൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. അല്ലെങ്കിൽ പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഫെർണാണ്ടോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരുപാട് പേരോട് ഇപ്പൊ നിവിൻ പോളിനെ സമീപിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ സമീപിച്ചിട്ടുണ്ട്. അപ്പൊ അവര് കഥ കേട്ടിട്ട് വർക്കായില്ല എന്ന് പറഞ്ഞ പിന്നെ അങ്ങനെയാണ് നമ്മള് ബാബുരാജിലേക്ക് എത്തിയത്. ബാബുവേട്ടൻ കോമഡി ചെയ്യാനപ്പോ ആ സമയത്ത് കോമഡി ചെയ്യാൻ ഭയങ്കര ത്രില്ലായിട്ടിരിക്കുക. കാരണം രാധാസൊക്കെ കോമഡി എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള മൈൻഡിലാണ്. അപ്പൊ പുള്ളിയെ വളരെ ഹാപ്പി ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ ഭഗത് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളിയാണ് ബാസിയുടെ റോൾ ചെയ്യാൻ വേണ്ടിയിരുന്നത്. അപ്പൊ അത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പുള്ളി ഹാപ്പി ആയിരുന്നു. നമ്മൾ ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്താണ്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചില നമ്മുടെ ഡിസ്കഷൻ വന്നപ്പോഴത്തേക്കും അത് ഈ പറയുന്ന പോലെ നമുക്ക് അതിൻ്റെ അകത്തൊരു സ്മോക്കിംഗ് കൾച്ചറും അങ്ങനെ ഒരു പരിപാടികളൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ലാസ്റ്റ് മിനിറ്റ് ആണ് നമ്മള് ബാസി എന്നെ നമ്മളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാസിനെ വിളിച്ച് കാണുന്നതും അവന് ഇഷ്ടപ്പെടുന്നതും. പിന്നെ നമ്മൾ ഭഗത്തിനോട് വിളിച്ച് ഇൻഫോം ചെയ്യുമായിരുന്നു, വെരി സോറി, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം, ഇങ്ങനെ ചെറിയ ചെയ്ത് മസ്റ്റ് ഹാവ്. പുള്ളിക്ക് ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ലൈക്ക് എല്ലാ സിനിമയിലും എല്ലാ ഇതും പല ഡിസപ്പോയിന്റ്മെന്റും പല വിക്ടറീസും ഉണ്ട്. ബാസിക്ക് ശരിക്കും കരിയർ തന്നെ മാറിയല്ലോ. ബാസി ഇപ്പൊ അതില്ലെങ്കിലും വരും. അവൻ ഒരു ഗംഭീര, ഐ തിങ്ക് ബാസി വീട്ടിലും ആർട്ടിസ്റ്റ് ആണ്. അവന് ആ പടമൊന്നും അല്ല, അവന്റെ പരിപാടികളൊക്കെ വൈറസ് ഒക്കെ സത്യം. ഇതിൽ ഈ ഹണിബി ചെയ്യുന്ന സമയത്തേക്കുള്ള വലിയ റിസ്കുകൾ ഒന്നായിരുന്നല്ലോ, ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് ആളുകൾ തിയേറ്ററിൽ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ സ്മോക്കിംഗ് ഡ്രിങ്കിങ് കൾച്ചർ ഒരു സിനിമയുടെ പാർട്ടാവുന്നു. ഞാനൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഞാൻ അന്നത്തെ കാര്യം ഈ പിള്ളേരല്ലേ, ഞാൻ ആ കുഞ്ഞല്ലേ, എനിക്ക് അതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോ കോളേജിൽ പഠിക്കുമ്പോൾ അച്ഛന്മാരുടെ അമ്മമാരും ഒക്കെ കുറച്ച് പ്രബലാവുമല്ലോ. അതേപോലെ തന്നെ എനിക്ക് ആൾക്കാർ ഫാമിലി പ്രത്യേകിച്ച് ഞാൻ അവിടെ പുറത്തുനിന്നൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു ഇതിലാണ്. അപ്പൊ തടസ്സങ്ങളൊന്നും അല്ല, ഇതൊന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ ചിന്തിക്കുമ്പോഴേ പ്രൊഡക്ഷൻ സൈഡിൽ ആലോചിക്കുമ്പോൾ ഇതെല്ലാം ശരിക്കും ബാരിയറായി തോന്നുന്ന സമയത്താണ് ഈ സിനിമ വരുന്നത്. എന്നാൽ ഡേ 1 മുതൽ ഹൗസ്ഫുൾ ഷോസ് ആണ്, ഫാമിലീസ് ഒക്കെ തന്നെയാണ് തിയേറ്ററിൽ വന്ന് പടം കണ്ടതും. ഈ ലോങ് ജേർണിയിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു മേക്കർ ആവട്ടെ, ആക്ടർ ആവട്ടെ, റൈറ്റർ ആവട്ടെ, ഇൻസ്പയർ ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എല്ലാ കാലത്തും സിനിമ തന്നെയായിരിക്കും. നമ്മൾ കണ്ട പല ഭാഷകളിലെ അത് ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ കളർ വരെയുള്ള ഏത് പടം എടുത്താലും നമ്മളെ ടച്ച് ചെയ്യുന്ന, കിക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മൊമെന്റോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാവും.
ജീന്റെ ഒരു കോർ ഇപ്പൊ പാസ്റ്റിൽ ഒരു കോർ സിനിമ മൊമെന്റ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിപ്പോ ഏതെങ്കിലും സിനിമ കാണുന്നതാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടില് പപ്പയുടെ എന്തെങ്കിലും ഡിസ്കഷൻസ് ആണോ, അല്ലെങ്കിൽ ലൊക്കേഷനിൽ പോകുന്നതാണോ, സിനിമ ഹിറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ സിനിമ പാരഡൈസ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ജീന്റെ പാസ്റ്റിലെ കോർ സിനിമ മൊമെന്റ് എന്തായിരിക്കും? നിറയെ ചെറിയ ചെറിയ മൊമെന്റുകളുണ്ട്. ഇപ്പം ഞാൻ മാന്നാർമത്തയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ക്രെയിനിൽ കയറുന്നത്. അതും ചെറിയ ക്രെയിൻ അല്ല, മറ്റേ വലിയ ക്രെയിൻ. അപ്പൊ അത് ഭയങ്കര ഒരു ഫീലാണ്. നമുക്ക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നത് നമ്മളെ മനസ്സിലാദ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തതാണ്. അതായത് നമ്മള് താഴ്ത്തുനിന്ന് നോക്കുന്ന പോലെ അല്ല മുകളിൽ നിന്ന് നോക്കുന്നത്. നമുക്കത് കിട്ടുന്ന ഒരു ഫീൽ എന്താണ്, അത് ഭയങ്കര അടിപൊളിയാണ്. അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ മണിച്ചിത്രത്താഴ് കാണാൻ പോയിട്ട് എനിക്ക് ആ മ്യൂസിക് ഇങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ നിരന്തര സ്വപ്നം കാണുക, പിന്നെ കോറിഡോറിൽ കൂടി നടക്കാൻ പറ്റാണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹോണ്ടിങ് ആണ്. പിന്നീട് ഞാൻ ആലോചിക്കുമ്പം ഹൊറർ സിനിമകൾ എനിക്ക് ചെയ്യണം എന്ന് അങ്ങനെ ഒരു ഫീലാണ്. കാരണം ആൾക്കാരെ പേടിപ്പിക്കാൻ പറ്റുക, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളെ ഇപ്പം അപ്പോഴൊന്നും ടെക്നിക്കലായിട്ടല്ല മനസ്സിലാക്കുന്നത്, പക്ഷെ സംതിങ് ലൈക്ക് ദാറ്റ്. പിന്നെ സത്യത്തില് സിനിമ എന്നെ വണ്ടർ അടിപ്പിച്ചിരിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, ഞാൻ തമിഴ്നാട്ടില് എനിക്ക് തോന്നുന്നു ഏതോ പപ്പയുടെ പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ്, പടയപ്പാണെന്ന് തോന്നുന്നു, എന്റെ കറക്റ്റ് ഓർമ്മ, രജനീകാന്ത് പടമാണ്. പടയപ്പ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി. ജനസമുദ്രമാണ്, അത് തന്നെ ഗംഭീരം. നമ്മളിങ്ങനെ ബാക്കിലിരിക്കുന്നു, ആ പ്രൊഡക്ഷനിലെ ആൾക്കാരൊക്കെ കൊണ്ടുപോയി ഇരുത്തുന്നു, അതുകൊണ്ട് നമുക്ക് സീറ്റ് ഉണ്ട്. പക്ഷെ തിങ്ങി നിറഞ്ഞ് നമുക്ക് ഒരു ഇഞ്ച് സ്ഥലമില്ലാത്ത ഒരവസ്ഥയിൽ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്ത് ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുമ്പം പടം തുടങ്ങുന്നു. സൂപ്പർ സ്റ്റാർ രജനി എന്ന് എഴുതി കാണിക്കുന്നു. ഭയങ്കര ബഹളം, ആൾക്കാരുടെ ആരവം. ഇതിങ്ങനെ ഞാനിങ്ങനെ ഇത് നിൽക്കുമ്പോഴത്തേക്കും അതിന്റെ ഈ പണ്ടത്തെ പ്രൊജക്ടറിന്റെ ചൂട് കാരണം ആ ഫിലിം അങ്ങ് കത്തിപ്പോയി. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞുണ്ടായ തിയേറ്ററിലെ കമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിപ്പിക്കുന്നതാണ്. സത്യത്തിൽ നമ്മൾ മരിച്ചു പോവോ എന്ന് വിചാരിക്കുന്ന അത്രയും ഒച്ചപ്പാടും ബഹളമാണ്. ആ തിയേറ്ററുകാർ സ്ക്രാമ്പിൾ ചെയ്ത് അത് എങ്ങനെയെങ്കിലും അത് ഒട്ടിച്ച് ആ പടം തുടങ്ങിയപ്പം ആ ആൾക്കാര് അത്രയും ഒച്ച ഉണ്ടാക്കിയ ആൾക്കാർ അങ്ങനെ ഇരുന്നിട്ട് അത് കാണുന്നൊരു അവസ്ഥയുണ്ട്. അതൊരു സ്റ്റാറിന് ഒരാളെ പുള്ള് ചെയ്യുന്നതും ഒരു സിനിമക്ക് ഒരു ആൾക്കാരിൽ ഉണ്ടാക്കാവുന്ന ഒരു വാവ് ഫാക്ടർ ഉണ്ടല്ലോ, അതൊരു മൊമെന്റ് തന്നെയായിരുന്നു അത്. സോ ഐ റിയലൈസ് ഫാൻസ് മേക്ക് ദ മൂവീസ്. അത് ഭയങ്കരമാണ്. അപ്പം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മൊമെന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമ്മുടെ പപ്പനെ കൂടി ഞാൻ എല്ലായിടത്തും, അതായത് ഇപ്പൊ നമ്മള് പപ്പയുടെ ഡിസ്കഷൻ തൊട്ട് എല്ലാത്തിലും അമ്മയും നമ്മളൊക്കെ ഇൻവോൾവ് ആണ്. കുഞ്ഞിലെ തൊട്ട് നമ്മുടെ തന്നെ കഥ. അപ്പം ലൊക്കേഷനിൽ പോവാറുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളിങ്ങനെ ആഴ്ചയിൽ ചെന്നൈ പോയി വരും. കാരണം പപ്പക്ക് വരലൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ പോയി കാണല് വരലൊക്കെ ഉണ്ട്. അപ്പം സ്റ്റുഡിയോയുടെ ആംബിയൻസ്, ഡബിങ്, പിന്നെ ഞാൻ എഫക്ട്സ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്നും എന്റെ ഫേവററ്റ് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, മരിച്ചുപോയി പുള്ളി, വാൾട്ടർ എന്നായിരുന്നു പേര്. അസോസിയേറ്റ് ഡയറക്ടറാണ്, അത്യാവശ്യം ഫേമസ്, സിദ്ദിഖ് സാറിന്റെ കസൻ. പുള്ളിയാണ് എഫക്ട്സ് ചെയ്യുന്നത്. അപ്പൊ വാൾട്ടർ അങ്കിളുടെ കൂടെ ഞാൻ പോയിട്ട് എഫക്ട് സ്റ്റുഡിയോയിൽ അങ്ങനെ ഇരിക്കും. അപ്പൊ അവരിങ്ങനെ ആ പെട്ടിക്കകത്തുനിന്ന് സാധനങ്ങൾ ഇതെല്ലാം. അതും ഈ കാസറ്റ് എന്നൊക്കെയാ എടുക്കുന്നത്. അത് ഒരു പെട്ടി ഓർന്ന് നിറച്ച് കാസറ്റ് ആണ്. അപ്പൊ ബേർഡ്സ് എന്ന് പറഞ്ഞൊരു കാസറ്റ് ഉണ്ടാവും, സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കാസറ്റ് ഉണ്ട്. അതെടുത്തിട്ട് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് ഒരു മാർക്ക് ഇടുക. അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സാണ്. തട്ടും മുട്ടും. ഈ പറഞ്ഞ സിനിമ കോർ മെമ്മറി പറയുന്നു, ഇതെല്ലാമാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. ആദ്യം വരുമ്പോൾ ഒരു ഇമ്മച്യൂരിറ്റി പറ്റി പറഞ്ഞല്ലോ, ഇത് എങ്ങനെയും സിനിമ ചെയ്യാന്നുള്ളത്. അവിടുന്ന് മെച്ചുവേർഡ് ആവുന്ന ഒരു സ്റ്റേറ്റില്ലേ ഈ പറഞ്ഞ പോലെ. ഇപ്പോൾ ഹായ് ഐ എം ടോണി വരുന്ന സമയത്തേക്ക് ഹ്യൂജ് എക്സ്പെക്ടേഷൻ ഉണ്ട് ആളുകൾക്ക്. ഇത് അടിക്കും, ഇത് ഈ പറഞ്ഞ എന്റർടൈനർ ആയിരിക്കാം. ഹണിബിയെ പോലെ വേറൊരു സക്സസിന് വേണ്ടിയിട്ട് ജീൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ റിലീസ് ഡേ വരെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സിനിമ. പക്ഷെ അവർ കുറച്ചുകൂടി ഈ പറഞ്ഞ ജോണർ സ്പെസിഫിക് ആയിട്ട് സിനിമ കാണുന്ന സമയമായിരിക്കില്ല. ഈ ഡയറക്ടറിന്റെ ഒരു പാസ്റ്റിലെ പടം വെച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ തിയേറ്ററിക്കലി അത്ര സക്സസ് ആവുന്നില്ല. ഇത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ആദ്യം നമ്മൾ ക്രാക്ക് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് ആണ്. ഇത് ആക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിന്ന് മറ്റേ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഹായ് എം ടോണിയുടെ ഒരു തിയേറ്ററിക്കൽ റിലീസ്, പോസ്റ്റ് റിലീസ് റിവ്യൂസ്, ഇത് എഫക്ട് ചെയ്തിരുന്നോ? അത് ഇതിന്നൊരു ചാടിക്കടന്ന് പുറത്തെത്താനുള്ള ഒരു ശ്രമം, അത് വലിയ പ്രോസസ് ആയിരുന്നു. എന്നെ എഫക്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഇത്തിരി സെൻസിറ്റീവ് ആണ്. ഇത് സത്യത്തില് ഇപ്പം എന്താ പറയാ, എനിക്ക് എന്താ നമ്മള് ഇപ്പം ടോണി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഹണിബി ആണെങ്കിലും ഇമ്മച്വർ എന്ന് പറയുന്ന ആ സിനിമക്ക് അത് ഓക്കെ ആയിരുന്നു. ഇറ്റ് വാസ് ഇമ്മച്വർ എന്ന് പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ അകത്ത് ഭയങ്കര ഡെയറിങ് ഉണ്ട്, റാൻഡംനെസ് ഉണ്ട്. ഇത് സർപ്രൈസ്ഡ് ആണ്, ആൾക്കാർക്ക് എന്ത് വരും എന്ന് അപ്പൊ അത് മെച്ചുവേർഡ് ആവുന്നതിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ അങ്ങനെ ഏജിൽ അങ്ങനെ മെച്ചുവേർഡ് ആയിട്ടില്ലല്ലോ, ഒരു വർഷമല്ലേ കഴിയുന്നുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വാശിയാണ്, ദേഷ്യമൊക്കെ തോന്നിയത്. അത് ആണോ വേണ്ടേ, അതായത് ഈ പടം വേണ്ടേ, ഓക്കെ നിങ്ങൾക്ക് എന്താ വേണ്ട, ഹണീബി വേണം എന്നാ ഹണീബി,
അങ്ങനെ പ്രോസസ് അങ്ങനെ പ്രോസസ് ചെയ്യത്തുള്ളൂ. കാരണം ഞാൻ ഇപ്പൊ എനിക്ക് ദേഷ്യവും സങ്കടം എനിക്ക് ദേഷ്യമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നത്. പക്ഷെ ഞാൻ ഹായ് ആൻഡ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഷൂട്ട് ചെയ്തതില് എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഏറ്റവും ഫണ്ണായിരുന്ന സിനിമ ഹായ് ആൻഡ് ടോണി ആയിരുന്നു. എല്ലാവരും എന്നെ വിശ്വസിക്കുന്ന ആർട്ടിസ്റ്റുകള്, കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയറമെന്റ്, വ്യത്യാസമായിട്ടുള്ള ഒരു സാധനം. ഒരുപാട് ആളുകളില്ലായിരുന്നല്ലോ. പക്ഷെ ഞാനിപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, എന്റെ ജോലി ഡയറക്ഷനാണ്, മാർക്കറ്റിംഗ് അല്ല, പ്രൊമോഷൻ അല്ല, ആൾക്കാരുടെ ഡേറ്റ് വാങ്ങിക്കലല്ല. ഇവിടെ ഇതെല്ലാം ഒരു ഡയറക്ടറിന്റെ ജോലിയാണ്. അല്ലെങ്കിൽ ആർക്കാണോ പടം വേണ്ട അയാളുടെ ജോലിയാണ് ഇതെല്ലാം കൂടി അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇവരെ ഒരു ഡയറക്ടറിനേക്കാൾ ഉപരി ഒരു CEO ടൈപ്സ് ആരെങ്കിലും ഒക്കെയാണ് നോക്കുന്നത്. എൻ്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ടു വിഷ്വലൈസ് സംതിങ്. എനിക്കൊരു കഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിനിമയാക്കാന്നുള്ള ഇതാണ് എൻ്റെ ടാലൻ്റ് ഉള്ളത്. എനിക്ക് ആൾക്കാരോട് പോയി ഡീൽ ചെയ്യാനോ സംസാരിക്കാനോ മീറ്റിങ്ങുകൾ കൂടാനോ സാറ്റലൈറ്റിന്റെ റേറ്റ്സ് സംസാരിക്കാനോ ഒന്നും എനിക്ക് വലിയ ധാരണയില്ലാത്ത ഒരാളാണ്. അപ്പം ഒരു പടത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ ആൾക്കാർ ഹണിബി പ്രതീക്ഷിച്ചാണ് വരുന്നതെന്ന് എൻ്റെ അടുത്ത് 100% ആൾക്കാരും പറയുന്നത് ഹണിബി പോലത്തെ ഒരു പടമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല. ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു പടമാണ് എത്തിക്കുന്നതെന്ന് അറിയിക്കേണ്ട ജോലി ആ സമയത്ത് എൻ്റെ ആയിരുന്നു. എനിക്ക് പക്ഷെ അത് അറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് എത്തിക്കാൻ സമയത്തൊന്ന് പറഞ്ഞു തരാനോ ആരും. ഇപ്പം ചിദംബരത്തിനൊക്കെ ഞാൻ ഭയങ്കര വാവാണ്. അതായത് എങ്ങനെ അവർ മാർക്കറ്റ് ചെയ്യുന്നുള്ളത്. ഇപ്പൊ വൈശാഖ് എന്നൊക്കെ പറയുന്ന ജിനു ഒക്കെ ലൈക്ക് ദേ ആർ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അതായത് ഈ സിനിമ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിച്ചാലാണ് അത് എങ്ങനെ റിസീവ് ചെയ്യിപ്പിക്കുക, എങ്ങനെ ഇത് ആരാണ് ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ ആൾക്കാർ ജെന്യൂൻ ആയിട്ട് വിശ്വസിക്കുക, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ബാലൻ പോലത്തെ സിനിമ ഇപ്പം മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞിട്ട് അവൻ ചെയ്യുമ്പോൾ ആ പടം ആൾക്കാർ ആ രീതിയിൽ റിസീവ് ചെയ്യാൻ. പിന്നെ പടമുണ്ട് ഓഫ്കോഴ്സ്, നമ്മളിപ്പോൾ ഒരു പരിധി കൂടുതൽ നല്ല പടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈവൻ സ്റ്റിൽ ലൈക്ക് ഹൗ ദേ മാർക്കറ്റഡ് ദ മൂവി ഭയങ്കര ഗംഭീരം. അപ്പം അതേപോലെ തന്നെ എൻ്റെ പരാജയപ്പെട്ട സിനിമകളൊന്നും ഒരു പൊട്ടപ്പടം ആയതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കെല്ലാം പേഴ്സണലി ഇഷ്ടമായതും ഞാൻ ചെയ്യാൻ ത്രില്ലായിട്ടും ചെയ്ത സിനിമകളാണ്. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധം പിടിക്കാനും പറ്റത്തില്ല. ഇതിൽ ചിദംബരത്തെ ഒരു മെൻഷൻ ചെയ്തപ്പോഴേ, ഇപ്പോഴൊരു മേക്കർ മറ്റൊരു മേക്കറെ പറ്റി സംസാരിക്കുമ്പോൾ അതിൽ കൂടുതൽ ക്യൂരിയസ് ആവാറുണ്ട് പേഴ്സണലി ഞാൻ. കാരണം ഈ പറഞ്ഞ പോലെ അതൊരു റാൻഡം ഒരു ഫാൻ ടോക്ക് അല്ല, ഒരു ഓഡിയൻസ് ടോക്ക് അല്ല. അവിടെ ഒരു പ്രോപ്പർ വിഷ്വലൈസിങ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്. അതായത് ഇപ്പോഴും ഓരോ സംവിധായകർക്കും അവരുടേതായ രീതികളുണ്ട്, പ്രോസസ് ഉണ്ട്. അവിടെ ഒരു ആക്ടറായി പോയി നിൽക്കുന്നു. മേക്കർ ജീൻ, ആക്ടർ ജീൻ, പ്രേക്ഷകൻ ജീൻ, എങ്ങനെ ചിദംബരം ആസ് എ മേക്കർ കാണുന്നു? മഞ്ഞുമ്മലിന് ബാലനിലെത്തുമ്പോൾ നിങ്ങളുടെ ബോണ്ടിങ് കൂടെ കൂടുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഒന്ന്, എനിക്ക് ചിദംബരത്തിന് പണ്ട് അറിയാം. ഞാൻ പണ്ട് തൊട്ട് എനിക്ക് പരിചയമുണ്ട്. പിന്നെ ഞാൻ സിനിമ ചെയ്യുമ്പോൾ ജാനമൻ തൊട്ടൊക്കെ എനിക്ക് നന്നായി പരിചയമുണ്ട്. കാരണം ബാലുവും ഗണപതിയൊക്കെ നമുക്ക് അറിയാം. ചിദംബരം ആസ് എ മേക്കർ വളരെ ക്ലിയർ ആണ്. വളരെ മിനിമലാണ്. സംസാരിച്ച് അങ്ങനെ പോകത്തൊന്നുമില്ല. അവന് കൃത്യമായിട്ട് അറിയാം എന്ത് വേണം എന്നുള്ളത്, എന്ത് വേണ്ട എന്നുള്ളത് പറയാം. നമ്മളിപ്പം അവിടെ ചെന്നിട്ട് നമ്മളിപ്പം നമ്മുടെ രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും, അത് നല്ലതാണെങ്കിൽ അവൻ എടുക്കും. അത് അവൻ്റെ ഐഡിയോളജി ആയിട്ട് ചേർന്ന് പോകുന്നതാണെങ്കിൽ അത് അവനെ അക്സെപ്റ്റ് ചെയ്യും. അതിൽ ഈഗോ ഇല്ല. പിന്നെ അത് വേണ്ടെന്നാണെങ്കിൽ അപ്പം തന്നെ അവൻ പറയും. അതിലും ഒരു ഈഗോ പ്രശ്നമില്ല. അപ്പൊ അത് നമ്മളും ഒരു ഈഗോ പ്രശ്നമില്ലാതെ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡയറക്ടറിന് ഒക്കെ എന്താ വേണ്ടത് അത് കൊടുക്കലാണ് ഒരു നടന്റെ ജോലി. അത് എന്റെ കണ്ടുപിടുത്തമല്ല, അത് അങ്ങനെ വേണ്ടത്. അപ്പം ഇൻ ദാറ്റ് സെൻസ് എനിക്ക് 100% കോൺഫിഡന്റ് ആണ് ചിദംബരത്തിന്റെ സബ്ജക്റ്റിൽ. എനിക്ക് ചിദംബരം എന്ത് ചെയ്താലും അത് 100 കോടി ഉണ്ടാക്കുന്നല്ല, അത് നല്ലൊരു പരിപാടി ആയിരിക്കും എന്ന് എനിക്കറിയാം. ഇതിൽ തന്നെ ബാലനില് 2 ഏജ് കാറ്റഗറി പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ അതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ആക്ടർക്ക് മറ്റേ ഏറ്റവും നല്ല പിച്ച്, ഏറ്റവും നല്ല വെതർ കണ്ടീഷൻ എന്നൊക്കെ പറയുന്ന പോലെ അവിടെ പെർഫോം ചെയ്യുക, ഇവിടെ അടിച്ചാൽ ആളുകളുടെ ഉള്ളിൽ ഇത് കയറുന്നുള്ള ഒരു നമുക്ക് ഭയങ്കര കൺവിഷൻ കിട്ടുന്ന പോയിന്റ് ആണല്ലോ. 2 ഏജ് കാറ്റഗറി പ്ലേ ചെയ്യുന്നത്. അത് ഫ്രം മാനറിസം, ഈ പറയുന്ന ബിഹേവിയർ, അറ്റ്മോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇയാളുടെ മൂവ്മെന്റ്സ്, എല്ലാ തരത്തിലും രണ്ടും രണ്ടായി നിൽക്കണം. എന്നാൽ രണ്ടായി നിൽക്കാനും പാടില്ല. ഇയാൾ തന്നെയാണ് 2 ടൈമിലാണ് വരുന്നത്. എന്താ ശരിക്ക് അതൊരു ഈ പറഞ്ഞ ഈ ബാലന്റെ ആക്ടിങ് പ്രോസസ്സിൽ പേഴ്സണലി ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന എൻജോയ് ചെയ്തൊരു മൊമെന്റ് ആണോ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അതൊക്കെ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് അങ്ങനത്തെ ഒരു സിനിമയിൽ രണ്ട് പ്രായം ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടുന്ന സമയം എനിക്ക് ഗ്യാപ്പിൽ തരിക. എൻ്റെ ട്രെയിനേഴ്സിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അതിൻ്റെ അകത്ത്. എൻ്റെ ടെനി എന്നൊക്കെ പറയുന്ന ട്രെയിനർ ഉണ്ട്, ജിക്കി എന്ന് പറഞ്ഞ അസിസ്റ്റൻ്റൊക്കെ, അവരൊക്കെയാണ് എൻ്റെ കൂടെ അതിന് വേണ്ടി നിന്നത്. വി ഹാഡ് ലൈക്ക് 10-12 days ടു ഡു ദ ഹോൾ തിങ്. പിന്നെ ആക്ച്വലി കുറച്ച് പ്രായം ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് പ്രായം കുറച്ചിട്ട് പിന്നെ അതിനുള്ള പരിപാടികളൊക്കെ എടുത്ത് കളഞ്ഞാൽ തന്നെ ഒരു ഇച്ചിരി ബെറ്റർ ആവും. പിന്നെ ആസ് എ ഡയറക്ടർ ഞാൻ ആഗ്രഹിക്കുന്ന ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ.
ഇപ്പൊ അയാൾ ആദ്യം ഒരുപാട് ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ദുഷ്ടനാണ്. അയാൾക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു. ആ പ്രേമത്തിൽ അയാളുടെ ലൈഫിൽ എല്ലാ സന്തോഷവും ഡിപ്പെൻഡന്റ് ചെയ്തിരുന്നു. ആ പെണ്ണിനെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചിലപ്പോൾ അയാൾക്ക് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് പോയിരുന്നെങ്കിൽ അയാൾ എസ് ഒക്കെ ആയിട്ട് നല്ലൊരു ജീവിതമൊക്കെ ജീവിച്ചു പോയാനെ. ചിലപ്പോൾ ആ പെണ്ണിന്റെ ഇൻഫ്ലുവൻസിൽ അവർക്ക് പല വ്യത്യാസങ്ങളും ഉണ്ടായേനെ. അവന്റെ ജീവിതത്തിലെ ഹോപ്പാണ് ആ പയ്യനെടുത്ത് കളയുന്നത്. അപ്പോൾ അവൻ ബിറ്ററാണ്. ഇയാൾ ഓൾറെഡി ഒരു റിവെഞ്ച്ഫുൾ ആയിട്ടുള്ള ഡൂഡാണ്. അയാൾ ബിറ്ററും കൂടി ആയി കഴിയുമ്പോഴത്തേക്കും ഇയാള് ഇറിറ്റേറ്റഡ് ആണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുക ഈ പോലീസുകാരുടെ ജോലി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടൊരു ജോലിയാണ്. വെയില്, അൺകംഫർട്ടബിൾ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു എനിക്കിത് അവിടെ നിന്ന് കിട്ടിയ എക്സ്പ്ലനേഷൻ ആണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള ഈ യൂണിഫോം കൾച്ചറാണ് ഇവരിപ്പോഴും ഫോളോ ചെയ്യുന്നത്. ലെങ്ത് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും. സോ ഇറ്റ്സ് നോട്ട് ആ പോലീസുകാർ ഒട്ടും കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടല്ല അവരുടെ ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അവർക്ക് എന്തുകൊണ്ട് ഒരു നല്ല ഷൂ കൊടുത്തുവിടാന്ന് ഞാൻ സിനിമ കഴിയുമ്പോൾ ആലോചിക്കുവാണ്. ഇവർക്ക് ഓടണം, നിൽക്കണം, എന്തൊക്കെ ചെയ്യണം. പക്ഷെ ഇപ്പോഴും ആ ഹൈ ഹീൽസ് പോലത്തെ ഒരു ഷൂ ഒക്കെ ഇട്ട് നമുക്ക് എവിടെയും നിൽക്കാൻ പറ്റത്തില്ല. കാലുവേദന എടുക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ബിറ്റർ ആയിട്ടുള്ള ആൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് ആരും ഇഷ്ടമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോസസ്സ് എനിക്കുള്ളിൽ ഓടുന്നുണ്ട്. പിന്നെ പ്ലസ് അഗൈൻ ഇത് നമുക്ക് സ്ക്രിപ്റ്റും ഇങ്ങനെ നമുക്ക് ആ ഏരിയ വന്ന് വായിക്കുമ്പോൾ നമുക്ക് അറിയാലോ ഇയാൾ ഇങ്ങനെ ആയിരിക്കും. കാരണം ഓർഡറിൽ തന്നെ ഷൂട്ട് ചെയ്ത് പോകുന്നത്. രസമുള്ള കാര്യമായിരുന്നു. കള്ളം പവിത്രനെ വളരെ ജനകീയമായ സ്ഥലത്താണ് മറ്റേ പോലീസ് പവിത്രനായിട്ട് വരുന്നത്. അത് നമുക്ക് സ്ക്രീനിൽ കണക്ട് ചെയ്യുമ്പോൾ രസമുള്ളതായിരുന്നു. അതിൽ തന്നെ ഈ ബാലൻ തിരിച്ചു വന്നതിന് ശേഷം ഇവൻ ഇയാളെ ട്രിക്ക് ചെയ്യുന്നുണ്ട്, ഇവനെ ലേറ്റ് ആക്കുന്നു, ലാഗ് അടിപ്പിക്കുന്നുണ്ട്. ഇവനെ കൊടുക്കാവുന്ന പണിയെല്ലാം ഈ ഫിസിക്കലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാക്കി എല്ലാ തരത്തിലും ഇവനുള്ള പണി കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ബാലൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ഈ അകത്ത് കയറാൻ പറ്റാതെ കിടന്ന് ബഹളം വെക്കുന്ന നിങ്ങളുടെ ഒരു ഫേസ് ഓഫ് മൊമെന്റ്. മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഈ വെറുതെ ക്യാരക്ടറിന്റെ പ്രായം തലയിലുണ്ട്. അവിടെ പെർഫോം ചെയ്യുമ്പോൾ ആ ഡൈനാമിക്സ് കൃത്യമായിരിക്കണം. ഗിവ് ആൻഡ് ടേക്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടർ അല്ല അവിടെ വരുന്നത്. ഈ കുട്ടിയുടെ ഒപ്പം ഈ സ്പേസ് ഭയങ്കര രസമായിട്ട് ഡീൽ ചെയ്യുന്നത്. അതെന്താ അതിന്റെ ഷൂട്ടിംഗ് മൊമെന്റ് എന്താ? അത് ഒന്ന്, അവൻ അങ്ങനെ കുട്ടിയൊന്നുമല്ല. അവൻ അതായത് ഗംഭീര ആ അർത്ഥത്തില് എനിക്ക് ഞാനത് ചിതുവിനടുത്ത് ചോദിച്ചിട്ട് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം അതായത് അവന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നു. പക്ഷെ അവനത് അതായത് നമ്മൾ ആദ്യം ഇവനെ കൂടി റിഹേഴ്സ് ചെയ്യുമ്പോൾ ഇവന് പേടിയില്ലാത്ത എന്താന്ന് തന്നെ ആല്. പക്ഷെ അവൻ അത്രയും ഹാർഡൻഡ് ആണ്. എനിക്ക് ആ കഥയുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവന്റെ എന്താണ് എൻ്റെ നിന്ന് പോയെന്നുള്ള അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ സ്ക്രിപ്റ്റിലും വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിനെ പറ്റി എനിക്ക് ധാരണയില്ല. അവൻ ഇങ്ങനെ അതായത് ഇപ്പൊ നമ്മളൊരു കൊച്ചിനെ പേടിപ്പിക്കാൻ നോക്കുമ്പോ അവൻ പേടിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ ചെയ്യാ? അതൊരു സിറ്റുവേഷൻ ആണ്. അതിപ്പോ നമുക്ക് വീട്ടിലും അനുഭവിക്കാൻ പറ്റും. പിള്ളേരൊക്കെ നമ്മൾ മക്കളൊക്കെ അങ്ങനെ കാണിക്കുമ്പോ അവനറിയാം ഇയാളൊന്നും ചെയ്യാൻ പോണില്ല എന്നുള്ളത്. അപ്പം അപ്പം നമുക്ക് ഇതുണ്ടല്ലോ. അതേപോലെ തന്നെ ഇത് നമ്മൾ ചെയ്യുമ്പം ഇവനത് ചെയ്യുമ്പോൾ എനിക്ക് ഇടിക്കാനും പറ്റത്തില്ല, എന്നാ കൈ തരിക്കുന്നുണ്ട്. അതാണ് ഇയാൾ പറഞ്ഞത്, നീ പോയെന്ന് വലുതായിട്ട് അത് സത്യമായിട്ട്. പക്ഷെ വേറെന്താ ചെയ്യാ? അത് നിവർത്തികളാണ്. അത് ചമ്മിപ്പോയി ഓൾറെഡി. അവനാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പൊ ഞാൻ സിനിമ കാണുമ്പോ അവിടെ പോലീസുകാരുടെ അടുത്തൊക്കെ പോയി അവൻ പോലീസുകാർ കൈക്കൂലിയെ കൊടുക്കുമ്പോ അവൻ മനസ്സിലാക്കുക ഇത്ര അമ്മ പറഞ്ഞ പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അബ്ബ പറഞ്ഞ പോലെ പോലീസുകാരും ഒന്നും അത്ര വലിയ ഡേഞ്ചറസ് ഒന്നും നല്ല ആൾക്കാരൊന്നും അല്ല എന്ന് പറഞ്ഞ. അപ്പൊ അവൻ ആ ഒരു തന്റെ ഇടം ഉണ്ട്. അത് നല്ല ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ചിതുവിനടുത്ത് ശ്രീരാഗിനോടൊക്കെ ചോദിച്ചു, അതായത് ഞാൻ ഒരു ഇടി കൊടുക്കട്ടെ, അതായത് അവിടെ ചേർത്ത് നിർത്തിയിട്ട് ആരും കാണുന്നില്ലല്ലോ, മുട്ടാൽ വെച്ചൊരു ഒറ്റ കയറ്റ് കൊടുത്തിട്ട് ഞാൻ പേടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം അത് എന്റെ മനസ്സിൽ അത് വർക്കായില്ലെങ്കിലോ എന്നുള്ളതാണ്. കാരണം ഞാനിത് പെർഫോം ചെയ്തിട്ട് ആൾക്കാരത് കണ്ടിട്ട് എന്ന് പറഞ്ഞ പടമേ പോയി. അപ്പൊ അവര് പറഞ്ഞ് വേണ്ട ജിംബായി, അത് ഇത്ര മതി, അതായത് ഇയാളുടെ നിവൃത്തികേട് നെളിച്ചാ മതി, ദേഷ്യവും നിവൃത്തികേട് നെളിച്ചാ മതി. ഓക്കെ, നല്ല മൊമെന്റ് ആയിരുന്നു സ്ക്രീനിൽ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഈ സിനിമയെ പറ്റി എനിക്ക് തോന്നുന്നു ജീന്റെ പേരിനൊപ്പം സിനിമയെ പറ്റി പറയുമ്പോൾ ഉറപ്പായിട്ടും പപ്പയുണ്ട് കൂടെ. ഈ പപ്പയുടെ സിനിമകള്, അതായത് ഈ പറഞ്ഞ ഇത്രയും മലയാളികളുടെ ഒരു ചിരി ലെഗസിയില് പ്രധാനപ്പെട്ട എലമെന്റ് ആണ് സിദ്ദിഖ് ലാൽ എന്ന് പറയുന്നത്. രണ്ടുപേരുടെ സിനിമകൾ, ഇവരുടെ എഴുത്ത്, ഇതെല്ലാം ചെറിഷ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ഭാഗമായിട്ടുള്ളത്. അവിടെ ജീൻ എന്ന കുട്ടി പറഞ്ഞ പോലെ ലാലിന്റെ മകൻ എന്നതിനപ്പുറത്തേക്ക് ആസ് എ പ്രേക്ഷകൻ ജീൻ കണ്ടുവരുന്ന സിദ്ദിഖ് ലാൽ സിനിമകളായിരിക്കാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ലാൽ സാറിന്റെ പെർഫോമൻസുകളായിരിക്കാം. എങ്ങനെ ശരിക്കും അതിന്റെ ഒരു റീകളക്ഷൻ പോയിന്റ് എന്താണ്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എവിടെയാണ്? അതിലൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് അറിയാം. എന്താ അതിന്റെ? അത് ഭയങ്കര അത്ഭുതമാണ്. ഐ ഡോണ്ട് നോ ആർക്കെങ്കിലും പറ്റുമോ. ചിലപ്പം ചിദംബരത്തിന് പറ്റുമായിരിക്കും. കാരണം 3 ഹിറ്റായി, 5 ഹിറ്റൊക്കെ അടുപ്പിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്. അപ്പൊ അതുണ്ട്. പിന്നെ എനിക്ക് അന്ന് ഹിറ്റുകളെ പറ്റി എനിക്ക് അത്ര ബോധമില്ല. പക്ഷെ ഞാൻ സിനിമകൾ ഭയങ്കരമായിട്ട് എൻജോയ്, എല്ലാ സിനിമയും എൻജോയ് ചെയ്തിട്ടുണ്ട്.
അത് ചെറുതിലെ കണ്ടപ്പോഴും എൻജോയ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാണുമ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തമാശ ഉണ്ടാക്കണമെങ്കിൽ അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കഴിവ് തന്നെയാണ്. കാരണം കോമഡി എഴുതാൻ നോക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അതായത് നമ്മള് വർക്കാവും. വെറുതെ ചുമ്മാ വളിപ്പെഴുതി വെക്കുന്ന പോലെ അല്ല, സിറ്റുവേഷൻ വേണം, ആ സിറ്റുവേഷനിൽ ചേരുന്ന തമാശ വേണം, അത് ആൾക്കാർ ചിന്തിക്കാത്തത് വേണം. അത് ഞാൻ ഇപ്പൊ കോമഡി ആണോ അതിപ്പോ അവൻ എങ്ങനെ വരുവേ ഇപ്പൊ വീഴുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി. അത് അങ്ങനെ അല്ലാതെ തന്നെ അത് അവര് ഭയങ്കര ടൈമിങ്, അവർക്ക് ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഗോഡ് ഫാദർ സിനിമ ഞാൻ കണ്ടിട്ട് വണ്ടർഡിജുമായിട്ടുള്ള ഒരു പടമാണ്. ഭയങ്കര ഭയങ്കര പരിപാടിയാണ്. ഞാൻ അതിലോട്ട് ഈ ഗോഡ് ഫാദറിന്റെ ഈ പറഞ്ഞ പോലെ ലോങ്സ്റ്റ് തിയേറ്ററിക്കലുള്ള മലയാള സിനിമയാണല്ലോ. അതെ അതെ, എന്തൊരു ഭാഗ്യമാണത്. ഇനി ആർക്കും സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തിയേറ്റർ വാങ്ങിക്കണം, ഡിസ്റ്റൻസ് സ്റ്റീഫന് പറ്റും. 450 ദിവസം ഓടേണ്ടത്, ഇതിപ്പോ 60 ദിവസം ഓടിക്കഴിയുമ്പോ 200 കോടിയായി. പണി പാടി, ആൾക്കാർ മൊത്തം വന്ന് കണ്ടു കഴിയല്ലോ. ഇപ്പൊ 50 days ആണ്, പഴയ 100 days. പിന്നെ 100 days അല്ല, 100 എഴുതാൻ വേണ്ടിയാണല്ലോ, 100 എഴുതാനുള്ള കൊതി കൊണ്ടാണല്ലോ ഇവര് 100 കോടി ക്ലബും കൊണ്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഈ കിട്ടിയ കാശൊക്കെ പുറത്തറിയിക്കുന്നതിന്റെ അകത്ത് എനിക്ക് എന്ത് ഗുണമുള്ളത്? ചിലപ്പം ആക്ടേഴ്സിന് അവരുടെ പ്രൈസ് ഹൈക്കപ്പ് ചെയ്യാനാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ നുണ പറഞ്ഞൊരു 100 കോടി ഒന്നും വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അത് തലവേദനയല്ലേ. പക്ഷെ നമ്മളുടെ സിനിമ വികാരമാണ്, പോസ്റ്ററിൽ ഒരു 100 കാണുക, 200 കാണുക, അവർക്ക് അങ്ങനെ എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ ഫാൻ ഫൈറ്റ് മുതൽ എല്ലാ ഒരു ക്ലാഷ് റിലീസ് വന്നാൽ പോലും ആരാദ്യം 100 കോടി അടിക്കുന്നു എന്നുള്ള ഒരു കൾച്ചർ തന്നെ മാറിയല്ലോ. സ്റ്റുപ്പിഡിറ്റി ആണത്. മൊത്തത്തിൽ നമ്മുടെ സിനിമ കൾച്ചറിൽ അത് ഭയങ്കര എഫക്റ്റിംഗ് ആണ്. സിനിമ കൾച്ചർ ഇപ്പം ഫാൻസ് ആണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ഇപ്പം 100% എല്ലാ സ്റ്റാറുകൾക്കും പടം ആൾക്കാരിലേക്ക് എത്തിക്കണം, ജനകീയമാണോ എന്നാണ് ആഗ്രഹം. അതല്ലാതെ പ്രൊഡ്യൂസറിന് കാശ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു നടനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ആൾക്കാർക്ക് എന്താ വേണ്ടത് എന്നാണ് ഒരു പ്രൊഡ്യൂസർ നോക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും അവരെല്ലാരും കൂടി വിചാരിക്കണം ഇതാണ് വേണ്ടതെന്നുള്ള അർത്ഥത്തിൽ അത് ചെയ്യുന്നത്. അതെന്താ കുഴപ്പമെന്ന് വെച്ചപ്പോ ഒരാൾക്ക് 100 കോടി അടിച്ച് മറ്റേക്ക് 100 കോടി അടിച്ചില്ലെങ്കിൽ അത് പ്രശ്നമോ, അവർക്ക് മെന്റലി ഒരു അതായത് ആരെങ്കിലും ചോദിക്കോ? ആരും ചോദിക്കാനൊന്നുമില്ല. ഈ ഇത്രയും പറയുമ്പോഴേ ഡ്രൈവിംഗ് ലൈസൻസ് രസമുള്ളൊരു തിയേറ്ററിക്കൽ മൊമെന്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ റിലീസ്, സച്ചേട്ടൻ്റെ ഒപ്പമുള്ള കൊലാബറേഷൻ, പൃഥ്വി, സുരാജേട്ടൻ, ഈ പറഞ്ഞൊരു പാക്ട് പടം, ഒരു ഫെസ്റ്റിവൽ റിലീസിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പാക്ട് പടം. അതിൽ ഈ പറഞ്ഞ ഈഗോ ക്ലാഷ് അടക്കം എല്ലാത്തിന്റെ ഒരു കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ഫോർമാറ്റ് സ്ക്രീനിൽ കൊണ്ടുവരുന്നു. ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു ഇനീഷ്യൽ ഐഡിയ മുതൽ ഹുക്ഡായി ജീൻ വിഷ്വലൈസ് ചെയ്യുന്ന സിനിമ, അതിന്റെ ഒരു എൻഡ് റിസൾട്ടിൽ ജീൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മീറ്റർ അത് ഭയങ്കര അധികമാണോ? എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്റെ മനസ്സിൽ ഭയങ്കര അടുത്തൊരു വരും. കാരണം ഞാൻ പപ്പയുടെ ചേട്ടായിസ് എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോഴാണ് സച്ചേട്ടനായിട്ട് പരിചയപ്പെടുന്നത്. ഞങ്ങൾ പെട്ടെന്ന് കണക്ട് ആയി. സച്ചേട്ടൻ എനിക്ക് സ്വന്തം, അതായത് എന്താ പറയാ, ഭയങ്കര എനിക്ക് അഡ്വൈസ് പറഞ്ഞിരുന്ന ഒരു വലിയ ചേട്ടനായിരുന്നു. അപ്പം സച്ചേട്ടൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന, അല്ല പി സുകുമാർ ക്യാമറമാന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരു കഥ ഉണ്ടാണ്, നീ കേൾക്കുന്നതാന്ന് വെച്ച്. ഞാനിത് കേട്ടപ്പോഴത്തേക്കും ഞാൻ അടിപൊളിയായിട്ടാ, നല്ല രസമുണ്ട്. അതേപോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആ പടം ഷെൽഫായി എന്ന് പപ്പനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ആ കഥ തന്നെ ഞാനത് ചെയ്യണം. പിന്നെന്താടാന്നുള്ളത്. സച്ചേട്ടനൊരു ഓഫ് കോഴ്സ് ബ്യൂട്ടിഫുൾ റൈറ്റർ, ഹ്യൂമൻ ബീങ്, അമേസിങ് പേഴ്സൺ. അപ്പം ആ പടം എനിക്ക് എക്സിക്യൂട്ട് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു അയ്യപ്പൻ കോശിയും ഡ്രൈവിംഗ് ലൈസൻസ് ഏതാണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് വന്നുകൊണ്ടും നമ്മൾ ആദ്യം ഈ കഥ, അയ്യപ്പൻ കോശിയുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, ചേട്ടാ എന്തൊക്കെ സംഭവിച്ചാലും അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസിന് മുമ്പ് ഇറങ്ങരുത്. കാരണം ആ പടത്തിന് ഭയങ്കര ലെയേഴ്സും ഒരുപാട് കൾച്ചറായിട്ട് റൂട്ടഡ് ആയതുകൊണ്ട് ആ പടം വന്നു കഴിഞ്ഞാൽ ഈ പടം നിൽക്കത്തില്ല. ഈ പടം നിന്നാ ആ പടം നിൽക്കും, കാരണം അതിന് മൊത്തത്തിൽ വേറെ ഫ്ലേവർ ഉണ്ട്. അങ്ങനെ അപ്പം ഞാനപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ പടം ഫസ്റ്റ് ഷൂട്ട് ചെയ്തതിന്റെ ഇടയ്ക്ക് തന്നെ ചേട്ടൻ മറ്റേ പടത്തിന്റെ ഷൂട്ടിങ്ങിലേക്ക് പോയി. അങ്ങനെ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ഞാൻ എങ്ങനെ മനസ്സിൽ കാണുന്നു എന്നുള്ളതാണ് ആ സിനിമ. അതല്ലാതെ ഞാൻ അതിൻ്റെ അത് ഒരു വരി മാറ്റിയിട്ടുമില്ല, മാറ്റാനുള്ള ധൈര്യം എനിക്കില്ല. ആ സ്ക്രിപ്റ്റ് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും വായിച്ചു തീർന്നിട്ട് ഞാനും പപ്പയും കൂടി ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയിട്ടു. അതൊന്നും ചെയ്യാനില്ല. അത് സച്ചേട്ടൻ ഇന്ന് ഇല്ല, സച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെയോ എത്തിയേനെ. അതുപോലെ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞത് സച്ചേട്ടന്റെ മരിച്ച ദിവസമാണ് ബാലൻ റിലീസ് ചെയ്തത്, ജൂൺ 19. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഈ ജീൻ സ്ക്രിപ്റ്റ് ഏറ്റെടുത്തതിന് ശേഷമാണോ മമ്മൂക്ക പൃഥ്വി കോംബോ ഡിസ്കഷൻ സംഭവിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസിൽ?
അങ്ങനെ ഒരു പോസിബിലിറ്റി ചിന്ത അല്ല ഞാൻ സ്ക്രിപ്റ്റ് എടുത്തപ്പോ തൊട്ടാണ് അതിന് എന്തെങ്കിലും ഇൻസെപ്ഷൻ ഉണ്ടായത്. മറ്റേത് അവര് ചെയ്യണ്ടെന്ന് തന്നെ വെച്ചു, അത് ശരിയാവത്തില്ല എന്ന് വെച്ചു. മമ്മൂക്കയാണ് എന്റെ ആഗ്രഹം, മമ്മൂക്ക ഞാൻ ഫാൻ ബോയ്. അപ്പൊ മമ്മൂക്ക പപ്പ കോമ്പോ ഹാപ്പി. നമ്മൾ മമ്മൂക്ക അടുത്ത് പോയി കഥ പറയുന്നു. മമ്മൂക്കൊക്കെ ആ സമയം കഥ കേട്ടിട്ട് മമ്മൂക്കൊക്കെ അത് വർക്കായില്ല എന്നുള്ളതാണ്. കാരണം മമ്മൂക്ക ലൈക്ക് എനിക്കൊരു 2 ഹീറോ സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നടനായിട്ട് ചെയ്താലും ആൾക്കാർ എന്നെ മമ്മൂട്ടിയായിട്ടേ കാണത്തുള്ളൂ. അപ്പോ അത് ഒരിക്കലും ആ സിനിമ ഇപ്പൊ ഞാൻ ബാലനിൽ അഭിനയിച്ച പോലത്തെ കാര്യമാണ് മമ്മൂക്ക എന്ന് പറഞ്ഞത്. അതായത് അപ്പൊ എന്നോടൊപ്പം ആൾക്കാർക്ക് ദേഷ്യമാണ് തോന്നുക. അപ്പൊ ആക്ടർ മമ്മൂട്ടിയോടാണ് ആ ദേഷ്യം ഡയറക്റ്റഡ് ആവുന്നത്. അപ്പം അത് മമ്മൂക്ക പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഞാൻ ആ 2 വേഷവും ചെയ്യണം. ആ 2 വേഷം ചെയ്ത്, അതായത് ഒരാളും അയാളുടെ ഫാനും, പക്ഷെ ഇയാൾ അതേപോലെ തന്നെ അല്ല, പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് പക്ഷെ നിങ്ങളുടെ സിനിമയിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷൻ ആയി പോകും. അപ്പം താല്പര്യമില്ല എന്നാണ് മമ്മൂക്കൻ്റെ അടുത്ത് പറഞ്ഞത്. അന്ന് ഞാനത് മനസ്സിലാക്കുന്നത് മമ്മൂക്ക എന്ത് പരിപാടിയാണ് കാണിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ഞാൻ മമ്മൂക്കനെ മമ്മൂട്ടി അങ്കിളായിട്ടാണ് കാണുന്നത്. എനിക്ക് അതുവരെ അങ്ങനെ പരിചയമുള്ളൂ. എടാ വാടാ എന്ന് പറഞ്ഞ മമ്മൂക്കാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വൈ ഹി സെഡ് ദാറ്റ്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് മാൻ. ലൈക്ക് ഞാൻ ഈ ചെറുപ്പയ്യനാ, എനിക്കെന്ത് മനസ്സിലാവുന്ന. പക്ഷെ പപ്പയും സച്ചേട്ടനും അപ്പൊ തന്നെ പറഞ്ഞു അത് മമ്മൂക്ക എന്തെങ്കിലും കാണാതെ പറയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ഇത്തിരി വിഷമമായി പോയി. കാരണം ഫാൻ ബോയ് ആണ്. മമ്മൂട്ടി എങ്കിലും ചെയ്താൽ സൂപ്പർ ആവും. ഫാൻ ബോയ്. എന്നിട്ട് അടുത്ത മമ്മൂട്ടി പടം പ്ലാൻ ആഗ്രഹങ്ങൾ? അത് ആ മമ്മൂട്ടി പടം അല്ലട്ടോ. ഈ പടം പറഞ്ഞു വരുമ്പോ എനിക്ക് പൃഥ്വിരാജിന്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാന് ആ സിനിമയും കൊണ്ട് മലയാള സിനിമയിൽ അപ്രോച്ച് ചെയ്യാത്ത ഒരു നടനുമില്ല. എല്ലാവരോടും പോയിട്ടുണ്ട്. ഇപ്പം ദിലീപന്റെ അടുത്ത് പോയിട്ടുണ്ട്, ബീച്ചാന്റെ അടുത്ത് പോയിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ ആർക്കും സൂപ്പർ സ്റ്റാർ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. കാരണം ഞാനൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടത്തിലേക്ക് വരുന്നത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പ്ലസ് ഷൈനിങ് ഒരുപാടുള്ളത് മറ്റേ ക്യാരക്ടറിനാണ്. കാരണം സാധാരണക്കാർ എപ്പോഴും അയാളുടെ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇങ്ങനെ സച്ചേട്ടൻ രാജേട്ടൻ ഇങ്ങനെ കഥ പറയും, പൃഥ്വിരാജ് വിളിച്ചിട്ട് അത് നമുക്ക് ചെയ്യാം എന്ന് പറയുകയും ചെയ്യുന്നത്. അത് പുള്ളിയുടെ ആ സമയത്തുള്ള കഥനോടുള്ള ജഡ്ജ്മെന്റും ആ ഗട്ട്സും അത് ഭയങ്കര. ഈ ഇത്തരം സിനിമകളെല്ലാം പറഞ്ഞു വരുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആവുന്നത് ജീൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഏതാന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഇപ്പൊ എനി ലാംഗ്വേജ്, ഈ പറഞ്ഞ പോലെ NFA പോകുന്ന ജീനുണ്ട്, നാട്ടിൽ പഠിച്ചിരുന്ന ജീനുണ്ട്, അതിനുശേഷം ഫിലിം മേക്കർ ആയതിനു ശേഷമുള്ള ജീനുണ്ട്. എന്താ ഇപ്പൊ ഒരു പെട്ടെന്നൊരു എന്തായാലും ഒരുപാട് സിനിമകളുണ്ടെന്ന് അറിയാം, ഒന്ന് ത്രോ ചെയ്യാൻ പറയുമ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന സിനിമകൾ? E.T., ജുറാസിക് പാർക്ക്, ടൈറ്റാനിക്, അവെഞ്ചേഴ്സ്, അങ്ങനത്തെ. ഞാൻ കമർഷ്യലിന്റെ ആളാ. എനിക്ക് അടിപൊളി ജഗാപുക, കാമറൂൺ സ്പിൽബർഗ് ആബ്സല്യൂട്ട് ബ്രില്യന്റ്, ബ്രെറ്റ് റാറ്റ്നർ, റഷ് അവർ, മൗസ് ഹണ്ട്, മൂവീസ് ലൈക്ക് ദാറ്റ്. എന്താ പറയുക, കിൻഡർഗാർട്ടൻ കോപ്പ്, എനിക്ക് അങ്ങനത്തെ സിനിമ. ജുമാൻജി, ജിംഗിൾ ഓൾ ദ വേ, സീൻ. അതുകൊണ്ടാണ് എനിക്ക് പപ്പട സിനിമകളൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്. കമേഴ്ഷ്യൽ ഫ്ലേവറിലാണ് നോക്കാൻ നിൽക്കുന്നത്. ഈ ജുറാസിക് പാർക്ക് പറയുമ്പോഴത്തേക്ക് E.T. പറയുന്നു, ജുറാസിക് പാർക്ക് പറയുന്നു. ഈ സ്പിൽബർഗ് എന്നുള്ള മനുഷ്യൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തെ എല്ലായിടത്തും പുള്ളി മനസ്സിലാക്കിയ ആൾക്കാരുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞ സിനിമകൾക്കെല്ലാം എല്ലായിടത്തും അതിൻ്റെതായ ഓഡിയൻസും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടന്നിരുന്നെങ്കിലും ഇന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ആളുകൾ ഈ സിനിമകളെ കാണുന്നതായി തോന്നിയിട്ടുണ്ട്. സ്പിൽബർഗ് ശരിക്ക് ഇപ്പോ കാമറോൺ ഉണ്ടെങ്കിലും സ്പിൽബർഗ് ആണെങ്കിലും അതിൽ സ്പിൽബർഗിന് വെയിറ്റേജ് കൂടുതലുണ്ടോ? സ്പിൽബർഗ് ആസ് എ മേക്കർ എന്നുള്ള രീതിയിൽ ഒരു ഫാൻ ബോയ് ആണോ? അങ്ങനെയല്ല. മേക്കർ എന്ന നിലക്ക് ഫാൻ ബോയ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ലൈക്ക് പുള്ളി ടെക്നിക്കാലിറ്റി ഹാൻഡിൽ ചെയ്യുന്നത് ബ്രില്യന്റ് ആണ്. പക്ഷെ അഗൈൻ അവർക്ക് അത്രയും എന്തോരം കാശുണ്ടെന്ന് പറഞ്ഞാലും അത് ഹാൻഡിൽ ചെയ്യണം. എനിക്ക് പുള്ളിനെ ആൾക്കാർ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ പുള്ളി ആൾക്കാരെ മനസ്സിലാക്കുന്നുണ്ടെന്ന്. അതായത് വാട്ട് ഹിറ്റ്സ്, വാട്ട് വിൽ സെൽ, അത് ഭയങ്കര ബ്രില്യന്റ് ആണ്. ആ കഴിവുണ്ടെങ്കിൽ ഓസമായിട്ട് സിനിമ ചെയ്യാം. പിന്നീട് ഇതെല്ലാം പുള്ളി ചിലപ്പോൾ പുള്ളിയുടെ സിനിമാറ്റിക് സ്കിൽസ് അങ്ങനെ ഇപ്പം എന്താ പറയാ, ഞാൻ ഇനി കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടുള്ള സിനിമ ചെയ്യാൻ നമ്മൾ പോയിരുന്നെങ്കിൽ എനിക്ക് അറിയത്തില്ല എന്തോരം. ഇപ്പം അത് എനിക്ക് ആ അർത്ഥത്തിൽ. പിന്നെ ഞാൻ ഇവരുടെ ഒന്നും മേക്കിങ്ങിനെ പറ്റി ജഡ്ജ് ചെയ്യാനായിട്ട് ആളൊന്നുമല്ല. ഇവരെല്ലാരും ബ്രില്യന്റ് ആയിട്ട് ഇപ്പം ഒരു കഥ 10 സംവിധായകരുടെ കൊടുത്തു കഴിഞ്ഞാൽ 10 തരത്തിലായിരിക്കും ചെയ്യുക. ഇതിൽ ഏതാണ് മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും ഓരോരുത്തരുടെ വിഷൻ ആണല്ലോ. അപ്പൊ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സിൽ വെച്ച് കമ്പാരിസൺ ഒന്നുമില്ല. അത് കമ്പാരിസൺ ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ചും കൂടി നല്ല ആൾക്കാർ പറയണം. അല്ല, ഉറപ്പായിട്ട് സ്പിൽബർഗ് പറയുമ്പോൾ പുള്ളി തൊടാത്ത ജോൺറ ഇല്ലല്ലോ. ഇല്ല. ജുറാസിക് പാർക്ക് ചെയ്യുന്നുണ്ട്, E.T. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലും ഫ്ലെക്സിബിൾ. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ഒക്കെ എന്തോ പാടോ. പിന്നെ അന്ന് പുള്ളിയുടെ ഒന്ന് കോളും ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ ആൾക്കാർ കണ്ടാ മതി. ബ്രഹ്മയുഗം പോലെ. അതെ. ഡിസ്ക്ലോഷർ ഡേ കണ്ടോ?
പുള്ളിയുടെ ഇറങ്ങിയിട്ടില്ല. എനിക്ക് എന്താ അറിയാം, എനിക്ക് ആ പടത്തിന് ചെറിയ പ്രതീക്ഷ കുറവുണ്ട്. അത് എന്താന്ന് മനസ്സിലാവില്ല, നമുക്കൊരു വൈബ് അടിക്കണില്ല. റൈറ്റ് ഡയറക്ടർ ജീൻ എന്നുള്ളത് ആ. ഇനിയുള്ള ഒരു ഫേസ്, ആ. ഒരു അടുത്ത സിനിമകൾ പ്ലാൻ ചെയ്യുന്നത്, സംവിധാനം ചെയ്യാനുള്ള പുതിയ കഥകള്, ആലോചനകള്, ഇതൊരു റെഗുലർ പ്രോസസ്സായി നടക്കുന്നുണ്ടോ? എന്താണ് പുതിയ പ്ലാൻസ്? അങ്ങനെ ഭയങ്കരമായിട്ട് പുറത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഞാനൊരു ഒരു ആക്ഷൻ ഓറിയന്റഡ്, ഒരു അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതൊരു ഇച്ചിരി ഡിഫറെന്റ് സ്കേപ്പിലിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാൻ അമേരിക്കയിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് അവരുടെ ലാൻഡ്സ്കേപ്സും പരിപാടികളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടെറൈൻ ഇഷ്ടമാണ്. അപ്പം സംതിങ് ഫ്രഷ് ആൻഡ് പരിപാടിയായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എഴുത്ത് നടക്കുന്നു. എഴുത്തല്ല, കഥ ഉണ്ടായിട്ടുണ്ട്. ആർട്ടിസ്റ്റിനോട് സംസാരിക്കാൻ പോകുന്നു. എല്ലാം അടിപൊളിയാവട്ടെ. ആവട്ടെ ആവട്ടെ. ഈ ഇത്രയും പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എപ്പോഴും ഒരു മനുഷ്യന്റെ ലൈഫിലെ എല്ലാ സ്റ്റേജിലും കൂടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ഫാമിലിയാണ് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ പപ്പയെ പറ്റി പറയുന്നത്, അമ്മയെ പറ്റി പറയുന്നത്, സിസ്റ്റർ, അങ്ങനെയുള്ള ഒരു ലോങ് ജേർണിയിലെ ലൈഫിൽ ഈ പറഞ്ഞ ഫാമിലിക്ക് കൊടുക്കാൻ എപ്പോഴും നമ്മുടെ ഒരു എല്ലാ സ്റ്റേജിലും നമ്മൾ എപ്പോഴും ഓടിച്ചെല്ലുന്നത് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്പേസ്, ചായാനുള്ള തോൾ എന്നൊക്കെ പറയുന്നത് വീട്ടിലാണല്ലോ. എങ്ങനെയാണ് ഫാമിലി ഈ പറഞ്ഞ ലോങ് കരിയറിൽ സിനിമ, ലൊക്കേഷൻ, സെറ്റ്, ഓട്ടത്തിനൊക്കെ ഒപ്പം ഫാമിലി കൂടെ ഉണ്ടോ? കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അതിന് എക്സ്ട്രാ എഫേർട്ട് ഉണ്ടോ? എന്താ ശരിക്കും ജീൻ്റെ ഇത്? ഫാമിലി ഇല്ലാതെ ഞാനില്ല. ഞാൻ ഒരു ജോയിന്റ് ഫാമിലിയിൽ നിന്നാണ് വളർന്നത്. പിന്നെ നമ്മളെല്ലാവരും സ്പ്രെഡായി മാറുന്നുണ്ട്. പക്ഷെ എന്നാലും ഫാമിലിയാണ് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം. എൻ്റെ അങ്കിൾമാരുമായിട്ടൊക്കെ എനിക്ക് നല്ല കണക്ഷനാണ്. അപ്പം ഒരുപാട് ഇതിലല്ല, പക്ഷെ എന്നാലും ക്ലോസർ കസിൻസ് ഒക്കെ ആയിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട്. പപ്പയും അമ്മയാണ്. വാട്ട് എവർ ഐ ആം, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദം. അതൊന്നും പറയാനില്ല. പിന്നെ ഐ ഗോട്ട് മാരിഡ്. ലൈക്ക് എനിക്ക് എൻ്റെ വൈഫുണ്ട്. എനിക്ക് അതിൻ്റെ അകത്തൊരു മകനുണ്ട്, ലിയോ എന്നാണ് പേര്. അവനിപ്പോൾ ചോയ്സ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവൻ മറ്റന്നാൾ ബോർഡിംഗ് സ്കൂളിലോട്ട് മാറുവാണ്. ബിക്കോസ് പഠിത്തമൊക്കെ കുറച്ച് ഫോക്കസ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ. നമ്മുടെ ഈ സിനിമ പരിപാടിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ആ അർത്ഥത്തിൽ അപ്പം അത് വളരെ പേഴ്സണൽ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടുന്നത് എൻ്റെ വീട്ടിലാണ്. സന്തോഷത്തിനേക്കാൾ ഉപരി സപ്പോർട്ട് കിട്ടുന്നത് എൻ്റെ വീട്ടിലാണ്. ഹണിബിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിവോഴ്സ് ആയിരുന്നു. അപ്പോൾ സത്യത്തിൽ ഈ പറഞ്ഞ പോലെ അതും കുറച്ചൊക്കെ സിനിമക്ക് ഭാഗമുണ്ടെന്ന് തന്നെ വേണം പറയാൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കമന്റ് കൾച്ചറൊന്നും എനിക്ക് അത്ര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. അപ്പം എൻ്റെ ഈ വരുന്ന സാധനങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത് ഞാൻ അത്യാവശ്യം ചെറിയൊരു പ്രശ്നം എനിക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഫാമിലി എനിക്ക് ഇതായിരുന്നു. ഞങ്ങളിപ്പോഴും വളരെ നല്ല ഫ്രണ്ട്സാണ്. വീട്ടിലൊക്കെ വരുന്നതാണ്. നമുക്ക് ഇന്ന് ഞങ്ങൾ കണ്ടോളൂ. അപ്പം മക്കളൊക്കെ ആയിട്ട് ഇതാണ്, അടിപൊളിയാണ്. പിന്നെ ഞാനിപ്പോൾ രണ്ടാമതൊരു പാർട്ട്ണറിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. പേഴ്സസ് എന്നാണ് പേര്. എനിക്ക് മകനുണ്ട്, നോവ എന്നാണ് പേര്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷമായിട്ട് ഒരൊറ്റ ഗ്രൂപ്പായിട്ട് കമ്പൈൻഡ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. ഇറ്റ്സ് നൈസ്. ഫാമിലി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ലല്ലോ. സോ ഐ ഫീൽ ലൈക്ക് നമ്മളൊക്കെ ഫാമിലി ഉള്ളവർ വളരെ ലക്കിയാണ് ഇൻ ദാറ്റ് സെൻസ്. ഫാമിലി സപ്പോർട്ടിങ് ആയിട്ടുള്ളവർ. ഫാമിലി സപ്പോർട്ടിങ് ആയിട്ടില്ലാത്തവർ ഐ ഫീൽ ലൈക്ക് ദേ ആർ മിസ്സിങ് ഔട്ട് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ്. ചിലപ്പം ഇറ്റ് മേക്സ് ദം ടഫർ ഇൻ എ ഡിഫറെന്റ് ലെവൽ. പക്ഷെ എന്നാലും ഒരു ഫാമിലിയുടെ ബാക്കിംഗ് ഉണ്ടെങ്കിൽ, നമുക്ക് വീഴുമ്പോൾ പിടിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്ന ധൈര്യം ഗംഭീരമാണ്. സോ ഐ ഓ എവറിത്തിങ് ടു മൈ ഫാമിലി ആൻഡ് മൈ പാർട്ട്ണർ. ഈ ജീൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എന്റെ മനസ്സിൽ ജീൻ പെർഫോം ചെയ്ത ക്യാരക്ടേഴ്സ് പോവായിരുന്നു. അതിൽ പല മാനേഴ്സ് ആണല്ലോ. അതിൽ പെട്ടെന്ന് കണക്ട് ആയത് എനിക്ക് സിജു ഉണ്ടല്ലോ, മഞ്ഞുമല്ല. അത് ഭയങ്കര ഓഡിയൻസ് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അല്പം സിജു ആണ്. അല്പം സിജു ആണ് ഉള്ളത്. എന്റെ സ്ഥലമല്ലേ എന്ന് വെച്ചാൽ മഞ്ഞുമ്പൽ. ഞാൻ ചേരാനൂരുകാരനാണ്. മഞ്ഞുമ്പലൊക്കെ എനിക്ക് നമുക്ക് ഇഷ്ടം പോലെ ആക്സും ഫ്രണ്ട്സും ഉള്ള സ്ഥലമാണ്. ബാലു ഉണ്ട് ആ പടത്തില്. ഞാൻ ആ പടത്തിൽ അങ്ങനെ ഒരുപാട് അല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്, അത് സിജു ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പരിപാടികളൊക്കെ ഈസിയാണ്. എന്റെ ഫാമിലി പറഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം അലൻ എന്നാണ് സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ പേര്. മാളു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മോനിക്ക എന്നാണ് ഞങ്ങളുടെ സിസ്റ്റർ. ഇവന് എന്റെ ഒരുപാട് സിനിമ, ഇപ്പൊ 2-3 സിനിമകളൊക്കെ ആയിട്ട് എന്റെ കൂടെ ഉണ്ട്. എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മാളും പറയുന്ന പോലെ ഈ പ്രായത്തിനേക്കാൾ അധികമായിട്ടുള്ള മെച്യൂരിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ എന്റെ മെച്യൂരിറ്റി ഇല്ലായ്മയൊക്കെ കുറെ അവിടെ നിന്ന് വിളിച്ച് നമുക്ക് എന്നെ വിളിച്ചു ചോദിച്ചാൽ ജിഞ്ചേട്ടൻ എന്തായി പറഞ്ഞത്, ജിഞ്ചേട്ടൻ എന്തോ ഇട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സൈഡ് അവിടെ നിന്ന് ഒരു സപ്പോർട്ടായിട്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ അവരെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ മോശമായി പോകും.
അല്ല ഈ മഞ്ഞുമലിന്റെ 2ാം വർഷത്തിൽ നിൽക്കുമ്പോഴേ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട മഞ്ഞുമലില് നിങ്ങളെല്ലാവരും 2ാം വർഷത്തിൽ നിൽക്കുമ്പോഴും ഇതിന്റെ ഈ പറഞ്ഞ സംസാരങ്ങളോ ചർച്ചകളോ അപ്രിസിയേഷനുകളോ കഴിഞ്ഞിട്ടില്ല. അപ്രിസിയേഷൻ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് കേരളത്തിൽ മാത്രമല്ല, പുറത്ത് നിന്ന് ഡെയിലി വരുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറി മെൻഷൻ മുതൽ ഒരു വാട്സാപ്പ് ടെക്സ്റ്റോ ട്വിറ്ററിൽ വരുന്ന ഒരു ട്വീറ്റ് അടക്കം ഇത് സ്റ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററിനെ കഴിഞ്ഞിട്ടുള്ളൂ, ഇപ്പോഴും മഞ്ഞുമൽ ഓൺ എയറിലുണ്ട്. എന്താ ശരി മഞ്ഞുമലിന്റെ ഒരു ടേക്ക് അവേ എന്താ? ബ്രോ, സോഷ്യൽ ആങ്സൈറ്റി പീക്ക് കോർ മാക്സ്. അതായത് എനിക്ക് ഈ മൊബൈലിലെ ടിങ് ശബ്ദമൊക്കെ ഇത്തിരി പ്രശ്നമാണ്. ആ മഞ്ഞുമലിന്റെ സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം വേണ്ടെന്ന് വെച്ചത്. അതായത് അതിന് മാത്രം മെസ്സേജസ് ആണ്. 2-3 കാര്യങ്ങൾ. ഒന്നും എനിക്കിത് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത്ര മെസ്സേജ് വിശ്വസിക്കത്തില്ല. 100 മെസ്സേജ് 110 മെസ്സേജ് ഒക്കെ 1 hour 2 hours. അപ്പം ഇതിനെല്ലാം എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇത് പ്രശ്നം പോവാന്നുള്ള പ്രശ്നം. റിപ്ലൈ മൊത്തത്തിൽ ടെൻഷൻ. അപ്പൊ എനിക്ക് ഈ സാധനം ടിങ് അടിക്കുമ്പോ തന്നെ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാം വേണ്ടെന്ന് വെച്ചു. പിന്നെ അതിനുശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിട്ടില്ല. വാട്സാപ്പിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വേർഡ് മൗത്തുള്ള അപ്രിസിയേഷൻ എനിക്ക് ഇഷ്ടമാണ്. ഞാനത് നന്നായിട്ട് റിസീവ് ചെയ്യും. ഞാൻ തിരിച്ചു പറയാനും പറ്റും. കാരണം നമ്മളെ 1-on-1 കോൺവെർസേഷൻ എപ്പോഴും അടിപൊളിയാണ്. ഫോണിൽ എനിക്ക് സത്യം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, എനിക്ക് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പൊ മോശം കാര്യങ്ങളെ പറഞ്ഞെങ്കിൽ ഞാനത് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എടുത്തിട്ട് ഓക്കെ ഫൈൻ, അതിന് എന്താ എടുക്കണ്ടേ അന്ന് ആലോചിക്കാം. നല്ലത് പറയുമ്പോഴത്തേക്കും പറയാനല്ലാതെ അതിൻ്റെ അകത്ത് ഒന്നും എടുക്കാനില്ലല്ലോ. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് ആ ഹാപ്പിനെസ് പുറത്ത് കാണിക്കാൻ അറിയത്തില്ല. പിന്നെ അതേപോലെ ഒരു ആങ്സൈറ്റി വന്നത് ഇപ്പോഴാണ്. ബാലൻ എന്റെ ബ്രോ വാട്സാപ്പ് തുറക്കാൻ പറ്റാത്ത പോലെ ടിങ് അടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഫോണും മാറ്റി വെച്ച്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഞാനുള്ളതിനൊക്കെ റിപ്ലൈ, കാരണം വാട്സാപ്പ് കുറച്ചും കൂടി ഹാൻഡിലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടില്ല. ഞാനിപ്പോ പ്രൊമോഷനൊക്കെ പോകുമ്പം എവ്രിബഡി ഈസ് ഓൺ ദ ഫോൺ ബ്രോ. ലൈക്ക് അത് മാറ്റി വെക്കാൻ പറ്റത്തില്ല. നമ്മ സൈക്കോവും. കാരണം ഒന്നാമത്തെ കാര്യം നല്ലതാ പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കും, കുറെ നേരം സ്ക്രോൾ ചെയ്യും, സ്ക്രോൾ ചെയ്യും. ലൈക്ക് നോട്ട് ടോക്കൺ എവരിബഡി ഞാൻ കാണും. എന്നിട്ട് ഇതെടുത്ത് ഇങ്ങനെ സൈഡിൽ വെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതെടുത്ത് പിന്നെ നോക്കും. ഐ ആം ടെല്ലിങ് യു ഡൂംഡ്. ഇത് എല്ലാ ദിവസവും ഉണ്ടാവുന്നതല്ല ബാലനും മഞ്ഞുമൽ ബോയ്സ് ഒന്നും. നമ്മളിത് ഭയങ്കരമായിട്ട് ഇത് അപ്രീഷിയേറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ഇത് ബെഞ്ച് മാർക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ മാൻ, പീപ്പിൾ ആർ കോൾഡ് ആൻഡ് ക്രൂവൽ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും യു ഡു എ ബാഡ് വർക്ക്, അടിക്കും. തെറി വിളിച്ചില്ല, നല്ല ഇത്തിരി മര്യാദ കാണിച്ചു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ടിങ്. അതും ഭയങ്കര ഇതാണ്. ഭയങ്കരമായിട്ട് എഫക്റ്റീവ്. അതാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. കൈൻഡ് ഓഫ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം ആൻഡ് എവരിതിങ് കൈൻഡ് ഓഫ് മേക്സ് യു അൺഹാപ്പി. അതായത് എങ്ങനെ അൺഹാപ്പി ആക്കാൻ പറ്റുന്ന നോക്കുന്നത്. നമ്മളിപ്പം ബർത്ത്ഡേ എന്താ പറയുന്നത്, നമുക്ക് ഈ ബാലന്റെ കാണിക്കും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും കാണിക്കത്തില്ല. എന്നിട്ട് ഇപ്പം വേറെ ആരെങ്കിലും ഏതെങ്കിലും ആർട്ടിസ്റ്റിനുള്ള ഒരു ഫ്യൂച്ചർ സക്സസ് കാണിക്കും. അപ്പം നമ്മളാലേക്കും നമ്മൾ ബാക്കിലായി പോയോ, നമ്മൾ വന്നിട്ടില്ലേ, അപ്പൊ ആ റേസിൽ കയറണോ. അതിപ്പം ആക്ച്വലി നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാലോ, എല്ലാവരും കോമ്പറ്റീഷനിലാണ്. ഞാൻ ഹൗ ആം ഐ ലുക്കിംഗ്, എന്നെ ആൾക്കാർ എങ്ങനെയാ കാണുന്നത്. ഐ വാണ്ട് ടു ബി ലൈക്ക് പ്രൈവറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ എനിബഡി വാട്ട് ഐ ആം ഡൂയിങ്. എനിക്ക് എന്റെ കാര്യം നോക്കി അകത്ത് നിൽക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പക്ഷെ വർക്ക് ചെയ്യണം, വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ലൈക്ക് ഐ റിയലി ഡോണ്ട് ലൈക്ക് ടു ലൈക്ക് പോർട്രേ മൈസെൽഫ് ത്രൂ സോഷ്യൽസ്. അപ്പം ഇതിന്റെ ആണെങ്കിലും മെസ്സേജസ് ഒക്കെ വരുമ്പോഴും ഐ എം ഹാപ്പി, വെരി ഹാപ്പി, സോ ലക്കി, ലൈക്ക് അടിപൊളി, ബട്ട് സ്റ്റിൽ ആങ്ഷ്യസ്. അതവിടെ തന്നെ ഉണ്ട്. ഈ ഇത്രയും വർഷങ്ങൾ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗത്തായി നിൽക്കുന്നു, മേക്കർ, റൈറ്റർ, ആക്ടർ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും ഈ പറഞ്ഞൊരു അൺലേണിംഗിൽ സംഭവിച്ചിട്ടുള്ളത്? എന്താണ് അൺലേൺ ചെയ്തത്? ഡേ 1 ഹണിബി ലൊക്കേഷൻ എന്നുള്ള ജീൻ ടു ഈ പോസ്റ്റ് റിലീസ് ഓഫ് ബാലനില് എന്താ അൺലേൺ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? You are not relevant at all. You are as good as the movies you do, and try to stay away from dark stuff. നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഐ എം നോട്ട് സെയിങ് ഞാനും കുറച്ചൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുണ്ട്. ഐ വാസ് ഡിസ്ട്രാക്റ്റഡ്. അപ്പം അതൊക്കെ നമുക്കൊന്ന് കുറച്ചൊക്കെ മാറ്റി വെക്കുക. ട്രൈ ടു ഫോക്കസ് ഓൺ വാട്ട്സ് ഗുഡ്, ഹൗ അതിന് നമുക്ക് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും. സോ അൺലേണിംഗ് ഷുഡ് ബി, ഇറ്റ്സ് നോട്ട് മച്ച് ഓഫ് അൺലേണിംഗ് ഇസ് എന്താ പറയാ, ടേക്ക് ഇറ്റ് ഈസി, ഡു യുവർ ബെസ്റ്റ് ആൻഡ് നോട്ട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ലൈക്ക് ലാലേട്ടൻ പറയുന്ന പോലെ ഒരു പ്രതീക്ഷയില്ല മനെ. മ്യൂസിക്കിനെ പറ്റി എപ്പോഴും എല്ലാവരും പറയല്ലോ, അതായത് ലൈഫിലെ
എല്ലാ പോയിന്റിലും ഈ മ്യൂസിക്കൽ സപ്പോർട്ട് സിസ്റ്റം പലർക്കും ഉണ്ടാവാറുണ്ട്. ഏത് ഇമോഷണലും കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ജീന്റെ ലൈഫിലെ മ്യൂസിക്കിന്റെ ഇമ്പാക്ട് എന്താണ്? അത് ഈ പറഞ്ഞ പോലെ അതിന് ചിലപ്പോ ഒരു മേ ബി ഒരു കുഞ്ഞു ഋതം വായിക്കാൻ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും മൊമെന്റ് നമ്മുടെ തലയിലൂടെ റിയൽ ലൈഫിൽ ഏതെങ്കിലും മൊമെന്റ് തലയിലൂടെ ഓടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവായിരിക്കാം. മ്യൂസിക് എങ്ങനെയാ എഫക്ട് ചെയ്തിട്ടുള്ളത്? മ്യൂസിക് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടു മീ. പക്ഷെ മ്യൂസിക് അല്ല എന്നെ റെഗുലേറ്റ് ചെയ്യുന്നത്. എന്നെ റെഗുലേറ്റ് ചെയ്യുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര, മൈത്രേൻ, പിന്നെ നമ്മുടെ ദിനേശ് ചേട്ടൻ. എനിക്ക് ഇവര് മൂന്നുപേരും, പിന്നെ നേച്ചർ വീഡിയോസ്, എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാനാണ് ഇഷ്ടം. അപ്പൊ സന്തോഷ് ചേട്ടനാണ് എനിക്ക് ഹിം മൈ പീസ് ബ്രോ. ലൈക്ക് ഞാൻ എൻ്റെ ഏറ്റവും മോശം കാലം തൊട്ട് ഏറ്റവും ഇന്ന് നല്ല സമയം വരെ ഞാൻ എൻ്റെ ഗ്യാപ്സ് ഫില്ല് ചെയ്യുന്നത് സന്തോഷ് ചേട്ടനാണ്. ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത് സന്തോഷ് ചേട്ടനാണ്, എണീറ്റ് ഉടനെ വെക്കുന്നത് സന്തോഷ് ചേട്ടനാണ്, പിന്നെ ദിനേശ് ചേട്ടനും വെക്കും. അപ്പൊ ഇതൊക്കെ എന്നെ റെഗുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹിസ് വോയിസ് എനിക്ക് ഭയങ്കര സൂതിങ് ആണ്, എനിക്ക് ഉറങ്ങാൻ പറ്റും. എന്റെ വൈറ്റ് നോയ്സ് ആണ്. ഐ തിങ്ക് ഐവ് സീൻ ഓൾ ഹിസ് എപ്പിസോഡ് അറ്റ്ലീസ്റ്റ് 3-4 ടൈംസ്. ലാൽ ജോസ് ടോക്സ്. ഈ ഇത്രയും പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു നടികർ കൂടെ മെൻഷൻ ചെയ്യണമെന്ന് തോന്നുന്നു. നടികർ വരുന്ന സമയത്തേക്ക് അതിൽ നിങ്ങളുടെ ഈ കോമ്പിനേഷൻ വരുന്ന വലിയൊരു സിനിമ, ഇതിന്റെ ഹൈപ്പ് കാര്യങ്ങള്, എന്നാൽ സിനിമ തിയേറ്ററിൽ വർക്ക് ആവാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അവിടെയും ഈ പറഞ്ഞ പഴയ ജീൻ തന്നെയാണോ ആഫ്റ്റർ ഈ പറഞ്ഞ വർക്ക് അവിടെ കുറച്ചും കൂടെ ഈ പറഞ്ഞ പുതിയൊരു ഇതിലോട്ട് മാറുന്നുണ്ട്? ഇപ്പൊ എനിക്ക് ഐ സീ തിങ്സ് ഡിഫറെന്റ്. നടികർ തിലകം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹണിബി 2 കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു കാശിന് റെക്കോർഡോ ക്യാഷോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു ഹിറ്റ് ഉണ്ടാക്കിയിട്ട് ഷൈൻ ചെയ്യണം അതൊന്നും ഞാൻ ചിന്തിക്കാറൊന്നുമില്ല. കാരണം അതൊക്കെ സംഭവിക്കുന്നതാണ്. പിന്നെ നടികർ തിലകം എന്ന് പറയുന്ന സിനിമ കെയിം ഔട്ട് ഓഫ് കുറച്ച് ഇന്റേണൽ തിങ്സ്. എനിക്ക് ഐ വോണ്ട് ഒരു മെസ്സേജ് ആൾക്കാരിലേക്കും ഇൻഡസ്ട്രിയിലേക്കും കൊടുക്കണമെന്ന് എനിക്ക് ആ ക്രിട്ടിക്കൽ പോയിന്റിൽ എനിക്ക് അങ്ങനെ തോന്നി. കാരണം ബീയിങ് ഹ്യൂമൻ ഇസ് മോർ ഇമ്പോർട്ടന്റ് ദൻ ബീയിങ് എ സ്റ്റാർ ഓർ എന്തെങ്കിലും ഒരു പെർസോണ. ഇപ്പൊ നമ്മളിപ്പം എന്തോരം വലിയ ആളാണെങ്കിലും നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളോട് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കുള്ള സന്തോഷം ഒരു മാനുഫാക്ചേർഡ് സന്തോഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ നടികരിലൂടെ പറയാൻ നോക്കുന്നത് ഒരു സ്റ്റാർ ആവാനല്ല, ഒരു മനുഷ്യനാവണതാണ് ഒരു ഹീറോ എന്നുള്ളതാണ്. അപ്പൊ അതിലൂടെ അയാള് ഒരു മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ അയാളുടെ കഥാപാത്രത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ കഥാപാത്രത്തെ മനസ്സിലാക്കുമ്പോഴാണ് അയാള് മനസ്സിലാക്കുന്നത് ഇയാൾക്ക് പാസ്റ്റുള്ള ട്രോമയും ഈ ക്യാരക്ടറിന്റെ ട്രോമയും സെയിം ആണെന്നും ആ ക്യാരക്ടറിന്റെ ട്രോമ മനസ്സിലാക്കുന്നതോടൊപ്പം അയാളുടെ പാസ്റ്റ് ട്രോമയിൽ അയാൾക്കൊരു ക്ലോഷർ കിട്ടുന്നു എന്നുള്ളതാണ് ആ സിനിമ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. തിയേറ്ററിൽ ക്യാഷ് ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നത് എന്റെ റെമ്യൂണറേഷൻ ഒക്കെ എൻ്റെ അടുത്ത് എൻ്റെ ആ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ അവര് they were like so graceful. ലൈക്ക് എൻ്റെ അടുത്ത് ഒരു അക്ഷരം പോലും ഒന്നും ചോദിച്ചിട്ടില്ല. they were like happy to give me everything I wanted. അപ്പൊ I have a responsibility to make that movie എന്താ പറയുന്നത് നോട്ട് 100 crore, പക്ഷെ I need the break even, right? അപ്പം അത് ചെയ്യാണ്ട് വരുന്നൊരു അവസ്ഥയില് I feel disappointed. I am de-energized. Not that the movie did badly, just that എന്നെ വിശ്വസിച്ച ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും that I couldn't provide. It's sad, bro. I mean, അടുത്ത് തിരിച്ചു പൊട്ടിക്കണം അങ്ങനെയല്ല കേട്ടാ, നല്ല അടിപൊളിയാണ്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സിനിമയിൽ അഭിനയിക്കുന്നു, എഴുതുന്നു, സംവിധാനം ചെയ്യുന്നു, ഇതൊക്കെ സംഭവിക്കുമ്പോഴും സിനിമ കാണണം, സീരീസ് കാണണം, ഇത് ഭയങ്കര പേഴ്സണൽ സ്പേസിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യമായിരിക്കുമല്ലോ. ഇതിനൊരു ഈ പറഞ്ഞ പോലെ ടൈം ടേബിൾ വെച്ച് കാണുന്നതല്ല ഞാൻ ചോദിക്കുന്നത്, മാക്സിമം സിനിമകൾ കാണാൻ ശ്രമം ഓൾവേസ്. ലൈക്ക് ഞാൻ എൻ്റെ ഇപ്പം ഐ എം നോട്ട് ലിസണിങ് ടു മൈ റെഗുലേഷൻ തിങ്, അതായത് ഇപ്പം എനിക്ക് ടെൻഷൻ, സങ്കടം, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതല്ല ഇപ്പം ജനറലി സിനിമ കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ ഞാൻ ഡെയിലി എങ്ങനെ വന്നാലും മിനിമം ഒരു 3 to 4 hours അതിൽ കൂടുതൽ ബ്രോ. ലൈക്ക് ഐ കാൺ, അത് പറഞ്ഞ അഹങ്കാരമായി പോകണം, പക്ഷെ 3-4 മണിക്കൂറെങ്കിലും ഐ സ്പെൻഡ് ഓൺ ക്വാളിറ്റി കണ്ടന്റ്. ഐ ലൈക്ക് I can't name the content because കുറെയൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെയാണ് ഇൻസ്പയർഡ് ആവുന്നത്. So I don't want people to be like, oh, പക്ഷെ like I do have a few things, very picky about what I watch. Not like എല്ലാ ഇന്റർനാഷണൽ സിനിമകൾ കാണുന്നില്ല. മേ ബി ദാറ്റ്സ് ലൈക്ക് വൺ ഓഫ് മൈ വീക്ക് തിങ്സ്. ഞാൻ ഇന്റർനാഷണൽ സിനിമകൾ അധികം കാണാറില്ല. പക്ഷെ ഐ ഹാവ് മൈ ദിസ് തിങ്. എനിക്കൊരു കൃത്യമായിട്ടുള്ള ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ട്. ഐ കീപ് വാച്ചിങ്. കാരണം അപ്ഡേറ്റഡ് അല്ലെങ്കിൽ യു ആർ ഔട്ട് ബേസിക്കലി. സിനിമ പോലെ തന്നെ സീരീസും
കാണാനുണ്ട്. ഫോർ ഷുവർ സീരീസ് കണ്ടില്ലെങ്കിൽ നമുക്ക് കാരണം മോർ ഓഫ് ഇന്നോവേഷൻ ഇസ് കമ്മിങ് ഓൺ സീരീസ്. കാരണം അതെ സിനിമക്കുള്ള റിസ്ക് സീരീസിന് കുറവാണ്. അതെ, They take time to explain their characters. They have to make എല്ലാ എപ്പിസോഡും is basically a cinema. അതെ അതെ. അപ്പം they have to writing is tight and loose at the same time. അപ്പം ഭയങ്കര എന്ത് മൂടി പോയി ക്ലിഫ് ഹാങ്ങർ കൊടുക്കണം. and there is no ഇപ്പം ആക്ടേഴ്സ് ഉണ്ടെങ്കിലും we get to see their fresh side. ഇപ്പൊ അതല്ലാതെ ഒരു ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു പരിപാടിയോ പെർഫോമൻസോ അങ്ങനെയല്ലല്ലോ. സോ ഐ ലൈക്ക് സീരീസ് ഓസം ആണ്. നമ്മുടെ ഇവിടെ ഒരു സീരീസ് കൾച്ചർ ഇല്ലാത്തത് പക്ഷെ കുറ്റം പറയാൻ പറ്റത്തില്ല. ലാംഗ്വേജ് അതാണ്. എന്താ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു 2-3 സീരീസുകൾ? അത് പറയത്തില്ല. കാരണം എന്താ പറയുക, അത് പറഞ്ഞാലേ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്റെ സിനിമകളിലൊക്കെ അതിന്റെ ഇപ്പം ഷോർട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബിറ്റ്സ് ഉണ്ടാവാം. കാരണം സീരീസിൽ നിന്ന് മോഷ്ടിക്കാൻ നല്ല സുഖമാണ്. എന്ന് വെച്ചാൽ അതൊരു സിനിമ കട്ടെടുക്കുന്ന പോലെയല്ല. അതിൻ്റെ അകത്ത് ഒരുപാട് ഇമോഷൻസ് കൂടെ ആൾക്കാർ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഇമോഷൻ അത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്? ഈ കാണുന്ന ആൾക്കാരെല്ലാം മിനി ഇതിൽ കണ്ടിട്ട് പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാരാണ്. സോ അതെങ്ങനെ അവരെ പിടിച്ചിരുത്തിയേ? അപ്പൊ ആ ടെക്നിക്ക് നമുക്ക് എടുക്കാവുന്നതാണ്, നമുക്ക് സ്ക്രീനിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ അതൊക്കെ ഞാനത് ഉപയോഗിക്കുന്നുണ്ട് മോർ ദാൻ സിനിമാസ്. കാരണം സിനിമാസിനെക്കാട്ടും ഞാൻ കുറെ കൂടി സീരീസിലാണ്. കുറച്ചുകൂടി ഇവരുടെ ജേർണിയും ഭയങ്കര ലോങ് ആണ്. നമ്മൾ കുറച്ചുകൂടി കണക്ട് ആവുന്നു. എനിക്ക് ബിഞ്ച് വാച്ച് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഇത്രയും സംസാരിച്ചു, ഇത്രയും ഈ പറഞ്ഞ ലേണിംഗ് അൺലേണിംഗ് ആഗ്രഹങ്ങൾ പാഷൻ ഇതൊക്കെ പറയുമ്പോഴും ഇനിയുള്ളൊരു വിഷൻ എന്താന്ന് എനിക്ക് അറിഞ്ഞോളാം. ചിലപ്പോൾ ജീന്റെ ഒരു കരിയർ കാണുന്നത് ചിലപ്പോൾ ഇതിന്റെ ക്ലോഷർ ഇങ്ങനെ ആയിരിക്കണം എന്നായിരിക്കാം, അല്ലെങ്കിൽ എന്റെ കരിയർ ഇങ്ങനെ ആയിരിക്കും ഇനി ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു പുതിയ ഡിസൈൻ ഉണ്ടോ? വിഷൻ എന്താണ്? ഇനിയുള്ള കരിയർ ആക്ടർ ഡയറക്ടർ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് പ്രതീക്ഷകൾ? ഡിറക്ഷൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ബ്രോ. ലൈക്ക് അത് ഞാൻ അടുത്തൊരു സാധനം വരുമ്പോഴത്തേക്കും ഐ ഹാവ് ടു ബ്രിങ് ഇൻ എ ബാങ്കർ എന്നുള്ളൊരു ചിന്തയുണ്ട്. സോ ഐ എം ട്രൈങ് ടു വർക്ക് ഓൺ ദാറ്റ് സ്ട്രിക്ട്ലി. പിന്നെ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് തീംസ് ഉണ്ട്. ഐ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ബിക്കോസ് ഡയറക്ഷൻ ടേക്സ് എ ടോൾ ഓൺ മീ. സോ ഐ എം ഓൾസോ ലുക്കിംഗ് ഇൻ ടു ദ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നോക്കുന്നുണ്ട്. നോട്ട് ഫോർ ദ മണി പാർട്ട്, സോ ദാറ്റ് ഐ ക്യാൻ collaborate a lot of talented people and do something nice. I think ഇപ്പൊ ഒരു ഏജ് ഫോർ കൊളാബറേഷൻ. കാരണം ഒരാളുടെ തലയേക്കാൾ 5 പേരുടെ തല വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് ഈഗോ ഇല്ലാതെ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ that's something I learned from ഇങ്ങനെ ജിത്തു, ചിതു. അത് ഈ പടം മാത്രമല്ല, ഇപ്പം വിപിൻ ഡൂയിങ് ദർ ബിറ്റ്. നല്ല രസമുണ്ട് അത് കാണാൻ. ലൈക്ക് വാഴ ലൈക്ക് എന്തൊരു അടിപൊളിയായിരുന്നു. ലൈക്ക് വാഴ 1 കണ്ടപ്പോ തന്നെ വിചാരിച്ച വാഴ 2 ഗംഭീരമായിരിക്കും. സോ നൈസാ. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്ന് നോക്കിയാൽ കൊള്ളാന്നുണ്ട്. ലൈക്ക് ടു കൊളാബറേറ്റ് പീപ്പിൾ. ആ അർത്ഥത്തിൽ പ്രൊഡക്ഷൻ എന്നുള്ള അർത്ഥത്തിൽ ആഗ്രഹമുണ്ട്. ഫോർ സ്ട്രിക്ട്ലി നോട്ട് ഫോർ സൂപ്പർ സ്റ്റാർസ്. അതുകൊണ്ട് ലൈക്ക് ജസ്റ്റ് നോർമൽ മൂവീസ്. അത് എനിക്ക് ഡയറക്ഷൻ ആണെങ്കിലും മമ്മൂക്കൊക്കെ ഒരു പടം ചെയ്യണമെന്നുള്ളത് എൻ്റെ സ്വപ്നമാണ്. പക്ഷെ അതൊക്കെ നമുക്കൊരു റിയാലിറ്റി ആവുമെന്ന് അറിയാൻ പാടില്ലാത്തൊരു കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും വെക്കുന്നില്ല. പക്ഷെ ലൈക്ക് ഐ ഹോപ്പ് ഒരു സിനിമ എനിക്ക് എൻ്റെ കരിയർ തീരുന്നതിന് മുമ്പ് I could do one with Mammootka. That'll be great. എന്തായാലും ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്ലേ. ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്രെയിമിൽ ഒറ്റയ്ക്ക് ജീവനെ കിട്ടുന്നത്. ഇത്രയും സംസാരിച്ചു. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അടിപൊളിയായി നടക്കട്ടെ. ഈ പറഞ്ഞ പോലെ അടുത്ത പടം തിയേറ്ററിൽ അടിക്കട്ടെ. ആസ് എ പെർഫോമർ ഇനിയും ഈ പറഞ്ഞ പവിത്രൻ പോലെ സിജു പോലെ വെർസറ്റാലിറ്റി കൂടെ കൊണ്ടുപോകുന്ന തരത്തിൽ മാക്സിമം ഇഷ്ടമുള്ള കഥാപാത്രങ്ങളെല്ലാം ചെയ്യാൻ പറ്റട്ടെ. All the very best. Thank you. Thank you. Yes.